വെൽക്കം ടു പ്രിയാമ്പിൾ. ഈ വീഡിയോയിൽ നമ്മൾ ഈ ഗവേണൻസിൻ്റെ ഭാഗത്തു നിന്നും ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള കേരള PSC ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കഷന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പം നമ്മുടെ സിലബസിനെ എക്സാക്റ്റ് റെപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ട് നടന്നിട്ടുള്ളൊരു എക്സാം എന്ന് പറയുന്നത് LSDD എക്സാം ആയിരുന്നു 2024. അപ്പോൾ അതിൽ ഏകദേശം സിമിലർ ആയിട്ടുള്ള ഏരിയാസ് കവർ ചെയ്യുന്നുണ്ട്. 7 or more ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട് എക്സാക്റ്റ് സിലബസ് ആയിട്ട്. എന്നാൽ ഈ സിലബസിൻ്റെ ഭാഗമായിക്കൊണ്ട് ഈ ഗവേണൻസ് ഇനിഷ്യേറ്റീവ്സ് എന്ന് പറയുന്നത് സാധാരണ എല്ലാ പരീക്ഷകളിലുമൊക്കെ എന്താണ് സിലബസ് ആയിട്ട് തന്നെ ചോദിക്കാറുള്ളതാണ്, പ്രിലിംസിനാണെങ്കിലും മെയിൻസിനാണെന്നുണ്ടെങ്കിലും. പിന്നെ പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മെയിൻസ് പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരള ഗവേണൻസിൻ്റെ അണ്ടറിൽ കേരളത്തിലുള്ള ഈ ഗവേണൻസ് ഇനിഷ്യേറ്റീവ്സ് വരാറുണ്ട്. പിന്നെ പ്രിലിംസിൽ IT ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ ബേസിക്സ് ഓഫ് IT ആൻഡ് സൈബർ ക്രൈമിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട്. അങ്ങനെ 2021 മുതൽ 2024 വരെ കേരള PSC നടത്തിയിട്ടുള്ള എല്ലാ ഡിഗ്രി ലെവൽ പരീക്ഷകളും അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ റെഫർ ചെയ്തുകൊണ്ട് ഈ ഗവേണൻസ് സിലബസിൻ്റെ അണ്ടറിൽ വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ വരേണ്ട ചോദ്യങ്ങളെല്ലാം ആഡ് ചെയ്തിട്ടുള്ള സെഷൻ ആയിരിക്കും ഇതെന്ന് പറയുന്നത്. റെഫറൻസ് ആയിട്ട് എടുത്തിട്ടുള്ളത് പ്രിയാമ്പിൾ എഡ്യൂക്കേഷൻ്റെ തന്നെ 2021 മുതൽ 2024 വരെയുള്ള ഡിഗ്രി ലെവലിൽ നടന്നിട്ടുള്ള എല്ലാ എക്സാമിൻ്റെയും ചോദ്യ പേപ്പറുകൾ സബ്ജക്റ്റ് വൈസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ള PYQ ബുക്കിൽ നിന്നാണ്. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ഈ ഒരു സെഷൻ്റെ ശേഷം ഇപ്പോൾ ഡീറ്റെയിൽഡ് സൊല്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ ഈ ബുക്ക് റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൽ നിന്നുമാണ് ചോദ്യങ്ങൾ പിക്ക് ചെയ്തിട്ടുള്ളത്. സോ വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വിത്ത് റെസ്പെക്ട് ടു ഇ ഗവേണൻസ് ഇനിഷ്യേറ്റീവ്സ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് കേരള, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ഓർ ആർ കറക്റ്റ്? അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വായിക്കുന്നത് എങ്ങനെയാണെന്നും എന്തൊക്കെയാണ് നമ്മൾ വായിക്കുന്ന സമയത്ത് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊന്നും മെൻഷൻ ചെയ്യാം. അത്രയും ഡെപ്തിലൊന്നും ഈ ചോദ്യം ഒരുപക്ഷെ പോകേണ്ട സാഹചര്യം വരത്തില്ല. അതേപോലെ തന്നെ നമുക്ക് അറിയാവുന്ന ചോദ്യങ്ങളാണെന്നുണ്ടെങ്കിലും എന്താണ് അത്രയും ഇങ്ങനെ ഓരോ കീവേഡ്സും അണ്ടർലൈൻ ചെയ്തുകൊണ്ടൊന്നും ഇരിക്കേണ്ട കാര്യം വരത്തില്ല. പക്ഷേ എന്നിരുന്നാലും എന്താണ് ഇതൊരു റെഫറൻസ് ആയിട്ട് ആദ്യത്തെ ചോദ്യം ആയതുകൊണ്ട് തന്നെ ഒരു റെഫറൻസ് ആയിട്ട് നമുക്ക് എടുക്കാം. സോ ക്വസ്റ്റ്യനിൽ എന്താണ് പറയുന്നത്? വിത്ത് റെസ്പെക്ട് ടു ദ ഇ ഗവേണൻസ് ഇനിഷ്യേറ്റീവ്സ്. സോ ഇ ഗവേണൻസ് ഇനിഷ്യേറ്റീവ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഇൻ ദ സ്റ്റേറ്റ് ഓഫ് കേരള, ഇൻ ദ ഡൊമൈൻ ഓഫ് കേരള, വിച്ച് ഓഫ് ദി സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ്? കറക്റ്റ് ആയിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സ്റ്റേറ്റ്മെൻറ്റ് 1 നോക്കാം. അപ്പോൾ നമുക്ക് വായിക്കുമ്പോൾ തന്നെ കിട്ടിയ കാര്യം എന്താണ്? ഇ ഗവേണൻസ് ഇനിഷ്യേറ്റീവ്, കേരളത്തിലെ ഇ ഗവേണൻസ് ഇനിഷ്യേറ്റീവായിട്ട് ബന്ധപ്പെട്ടിട്ട് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണെന്നുള്ളത് പിക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഫസ്റ്റ് ഈസ് അബൌട്ട് ഇ-സേവനം. ഈസ് എ സിംഗിൾ പ്ലാറ്റ്ഫോം ടു പ്രൊവൈഡ്, ഇതൊരു സിംഗിൾ പ്ലാറ്റ്ഫോമാണ് ടു പ്രൊവൈഡ് ഓൾ ഓൺലൈൻ സർവീസസ്, എല്ലാ ഓൺലൈൻ സർവീസുകളും ഉണ്ടോ എന്നുള്ളത് ബൈ ദ ഗവൺമെൻറ് ഓഫ് കേരള ത്രൂ മൊബൈൽ ആപ്ലിക്കേഷൻ. മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇത് ഇത്രയുമാണ് ഇവിടെ കീ ആയിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇ-സേവനം അറിയാവുന്നവർക്കറിയാം സിംഗിൾ പ്ലാറ്റ്ഫോമാണ്, എല്ലാ ഓൺലൈൻ സർവീസുകളും പ്രൊവൈഡ് ചെയ്യുന്നു എന്നൊക്കെയുള്ള കാര്യം. സോ അത് പഠിച്ചിട്ടുള്ള ആളെ സംബന്ധിച്ചിടത്തോളം ആ ഭാഗത്തൊന്നും പിന്നെ ഡൗട്ട് വരുന്നില്ല. അപ്പോൾ പിന്നെ നോക്കേണ്ടത് ത്രൂ മൊബൈൽ ആപ്ലിക്കേഷൻ ആണോ എന്നുള്ളതാണ്. ഇ-സേവനം പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ്, ഇ-സേവനത്തോടൊപ്പം പഠിക്കുന്ന ഒരു കാര്യമാണ് എം-സേവനം. സോ എം-സേവനം എന്ന് പറയുന്ന ഒരു കാര്യവും നമ്മൾ പഠിക്കുന്നുണ്ട്, സേവനം. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ-സേവനം ഈ പറഞ്ഞതുപോലെ എല്ലാ ആപ്ലിക്കേഷനും ഓൺലൈനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നൊരു വെബ് ബേസ്ഡ് സൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മൊബൈൽ വെർഷനാണ് എന്തെന്ന് പറയുന്നത് എം-സേവനം എന്ന് പറയുന്നത്. സോ ഇവിടെ തന്നിട്ടുള്ളത് ഇ-സേവനത്തെ പറ്റിയിട്ടാണ്. സോ എം-സേവനമല്ല തന്നിട്ടുള്ളത്. അതുകൊണ്ട് എന്താണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണെന്നുള്ളത് ഫസ്റ്റ് റീഡിങ്ങിൽ തന്നെ മനസ്സിലാവും. സോ ഇവിടെ മൊബൈൽ ആപ്ലിക്കേഷൻ ആയിരുന്നു തെറ്റിച്ച് തന്നിട്ടുണ്ടായിരുന്ന ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഓപ്ഷനിലൂടെ ഒന്ന് കണ്ണോടിച്ച് പോവുക, എന്തെങ്കിലും സാധ്യത കിട്ടുന്നുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇല്ലാത്ത ഓപ്ഷനാണ് നമുക്കിവിടെ നോക്കേണ്ടത്. സോ ഫസ്റ്റ് ഓപ്ഷനകത്ത് എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് 1 പറ്റി പറയുന്നുണ്ട്, അതുകൊണ്ട് ഇത് റോങ് ആണ്. സെക്കൻഡിനകത്തും പറയുന്നുണ്ട്, അതുകൊണ്ട് ഇതും റോങ് ആണ്. തേർഡിൽ പറയുന്നില്ല, ശരിയാവാനുള്ള സാധ്യതയുണ്ട്. ഫോർത്തിലോട്ട് നോക്കുമ്പോൾ എന്താണ് അതിലും ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് മെൻഷൻ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് എന്താണ് ഇതും റോങ് ആണ്. സോ ഓപ്ഷൻ C ആണ് കറക്റ്റ് ഉത്തരം എന്നുള്ളത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇ-സേവനം എം-സേവനമൊക്കെ വളരെ കോമൺ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് പഠിച്ച എല്ലാവരും നോക്കിയിട്ടും ഉണ്ടാവും. സോ ഈ 4 സ്റ്റേറ്റ്മെൻറ്റ് അടങ്ങുന്ന വലിയൊരു ചോദ്യം എന്ന് പറയുന്നത് എന്താണ് സിംഗിൾ ഒരു 1 വേർഡ് ചോദ്യത്തിന് തുല്യമാണ് സത്യത്തിൽ. കാരണം അങ്ങനെയാണ് ഓപ്ഷൻസ് വളരെ ഈസി ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അപ്പം ഓപ്ഷൻ C ആണെന്നുള്ളത് കറക്റ്റ് അറിയാൻ പറ്റും. ഈ ഓപ്ഷൻ 2 സ്റ്റേറ്റ്മെൻറ്റ് 2, 3, 4 ശരിയാണോ തെറ്റാണോ എന്നും PSC ഇട്ട ചോദ്യം ശരിയാണോ എന്നൊന്നും ക്ലാസ്സിൽ ഇരുന്ന് ചെക്ക് ചെയ്യാൻ നിൽക്കരുത്. അത് കഴിഞ്ഞു, നമുക്ക് വേണ്ട ഉത്തരം കിട്ടി, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുക എന്നുള്ളതാണ്. മാക്സിമം സമയം നമ്മൾ സേവ് ചെയ്യുക എന്നുള്ളത്. സോ നമുക്ക് ആൻസർ കിട്ടി C ആണെന്നുള്ളത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ പഠിക്കുന്നതിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുകയാണ്, ബാക്കിയുള്ള കാര്യം കൂടെ ഒന്ന് വായിച്ച് നോക്കുകയാണ്. കാരണം ബാക്കി 3 സ്റ്റേറ്റ്മെൻറ്റുകളും എന്താണ് ശരിയാണെന്നുള്ള കാര്യം അറിയാം. അപ്പോൾ ആ ശരിയായിട്ടുള്ള 3 ഫാക്റ്റ് കൂടി പഠിച്ചു പോകാമെന്നുള്ളത്. K-Smart ഈസ് എ ഡേറ്റ സെൻട്രിക് സൊല്യൂഷൻ ഫോർ LSGIs ഇൻ കേരള വിച്ച് എൻഷൂർസ് ഗുഡ് ഗവേണൻസ്. ഗുഡ് ഗവേണൻസ് എൻഷൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ഡേറ്റ സെൻട്രിക് സൊല്യൂഷനാണ് എന്തെന്ന് പറയുന്നത് K-Smart എന്ന് പറയുന്നത്. K-Smartലൂടെ കുറേയധികം കാര്യങ്ങളും സിറ്റിസൺ സെൻട്രിക് ആയിട്ടുള്ള കുറേയധികം പ്രോഗ്രാംസും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ K-Smart എന്ന് പറയുന്നത് റീസെൻ്റായിട്ട്
ഇൻ്റഗ്രേറ്റഡ് ILGMS, ലോക്കൽ ഗവേണൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ നമുക്കുണ്ടായിരുന്നതിൻ്റെ ഒരു വേർഷൻ 2 ആയിട്ട് കെ സ്മാർട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊരു സിറ്റിസൺ ഓൺലൈൻ പോർട്ടൽ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതിനെ പറ്റിയിട്ടാണ് വീണ്ടും പറയുന്നത്. സിറ്റിസൺ ഓൺലൈൻ പോർട്ടൽ പ്രൊവൈഡ് സർവീസസ് റിലേറ്റഡ് ടു ഗ്രാമപഞ്ചായത്ത് ലെവലിൽ സർവീസസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്ന സിറ്റിസൺ ഓൺലൈൻ പോർട്ടലായിട്ടുണ്ടായിരുന്ന ILGMS ആണ് പിന്നീട് എന്തായി മാറിയത്, കെ സ്മാർട്ടായിട്ട് മാറിയത്. ഇതിൻ്റെ ഒരു സെക്കൻഡ് വേർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ രണ്ട് കാര്യങ്ങളും ഇവിടെ പറയുന്നുണ്ട്. Then the last one is സങ്കേതം. സങ്കേതം ഈസ് എ സോഫ്റ്റ്വെയർ ഫോർ ഗ്രാൻഡിങ് ബിൽഡിംഗ് പെർമിറ്റ്സ് ബൈ ലോക്കൽ ഗവൺമെൻറ്റ്സ്. അതായത് ഈ ലോക്കൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അണ്ടറിലുള്ള കുറേയധികം സോഫ്റ്റ്വെയറുകളും മറ്റും പഠിക്കാനുണ്ട് നമുക്ക്. സങ്കേതം, സൂചിക, ദെൻ സുഗമ, അങ്ങനെയൊക്കെ തുടങ്ങിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ലിസ്റ്റ് തന്നെ ഉണ്ട്. അപ്പോൾ അത് വലുതായിട്ടൊന്നുമില്ല. അത് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു, ഇപ്പോൾ ഗ്രാൻഡിങ് ബിൽഡിംഗ് പെർമിറ്റ്സ് എന്നുള്ളൊരു രീതിയിൽ അത്രമാത്രം അതിനെ പറ്റിയിട്ട് അറിഞ്ഞാൽ മതി ഈ സോഫ്റ്റ്വെയർ എന്താണ്, എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ലിസ്റ്റൊക്കെ ഉണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ബുക്ക് നിങ്ങൾ റെഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ സൊല്യൂഷനിൽ ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ പറയുന്നില്ല ബാക്കിയുള്ളതൊന്നും, കാരണം നമ്മളുടെ റിമൈനിങ് ചോദ്യത്തിൻ്റെ ഭാഗമായിട്ടും ഇതിൽ കുറേയധികം കടന്നു വരുന്നുണ്ട്. അതിലൂടെ നമുക്ക് ആ ഭാഗങ്ങളൊക്കെ പഠിക്കാം. സോ സങ്കേതം എന്ന് പറയുന്നത് എന്താണ്, ബിൽഡിംഗ് പെർമിറ്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് യൂസ് ചെയ്യുന്നൊരു സോഫ്റ്റ്വെയർ ആണ് സങ്കേതം എന്ന് പറയുന്നത്. സോ ബാക്കി 3 കാര്യങ്ങൾ കൂടിയിട്ടൊന്ന് നോക്കി വെച്ചിരിക്കുക. സോ ഓപ്ഷൻ സി ആണ് ഫസ്റ്റ് ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. സോ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്, താഴെ പറയുന്ന ഓപ്ഷനിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത്, ഏറ്റവും ശരിയെന്ന് തോന്നുന്ന ആൻസർ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ ഈസ് ദ ഫോക്കസ് ഓഫ് ഗവർണൻസ് ഈസ് ഓൺ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഔട്ട്സൈഡ് ദ ഗവൺമെൻറ് ഓർ ദ പബ്ലിക് സെക്ടർ ഓർഗനൈസേഷൻ. അതായത് ഈ ഗവേണൻസിൻ്റെ ഫോക്കസ് കൊടുക്കുന്നത് എന്തിനാണ്, ഏത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഭാഗമാവുന്ന ആളുകളെയാണ്. ഔട്ട്സൈഡ് ദ ഗവൺമെൻറ് ഓർ ദ പബ്ലിക് സെക്ടർ ഓർഗനൈസേഷൻ, ഗവൺമെൻറ്റിന് പുറത്തുള്ള ആളുകളോ അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ ഓർഗനൈസേഷനിലോ ആണ് ഫോക്കസ് കൊടുക്കുന്നത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ ഗവേണൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ള ഏരിയ. അതുകൊണ്ട് ഈ ഗവേണൻസിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ഡെഫിനേഷൻ ഇറ്റ്സെൽഫ് എന്താണ്, സിറ്റിസൺ സെൻട്രിക് ആയിട്ട്, അതായത് സിറ്റിസൺസിന് എങ്ങനെ ബെറ്ററായിട്ട് സർവീസ് ഡെലിവറി ചെയ്യാം എന്നുള്ളതാണ് ഈ ഗവേണൻസിൻ്റെ ഫോക്കസ്. അതിനായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഗവേണൻസ്, അതായത് ICT ടൂളുകൾ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമ്മൾ ആരെങ്കിലും പറയുകയാണ് ഈ ഗവേണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവേണൻസിൻ്റെ അകത്ത് ICT ടൂൾ ഉപയോഗിക്കുന്ന ഒരു പരിപാടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ല യഥാർത്ഥത്തിൽ. കാരണം ഗവേണൻസിൻ്റെ മറ്റൊരു തലമാണ്. ആ തലത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, കൂടുതൽ ബെറ്റർ ഗവേണൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഗവേണൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അതിൽ സിറ്റിസൺ സെൻട്രിക് ആയിക്കൊണ്ട് സിറ്റിസൺ ഇൻക്ലൂഡഡ് ആവുന്ന തരത്തിലാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. അതിനെ നമ്മൾ സഹായിക്കുന്ന ടൂൾസ് ആണ് എന്തെന്ന് പറയുന്നത് ICT എന്ന് പറയുന്നത്. അതും കൂടെ ചേരുമ്പോൾ അത് ഈ ഗവേണൻസ് ആയിട്ട് മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. നെക്സ്റ്റ്, ഈ ഗവേണൻസ് ഇൻവോൾവ്സ് ദ യൂസ് ഓഫ് ഗവൺമെൻറ് മെഷീനറി ടു ഇംപ്രൂവ് ഗവൺമെൻറ് ഓപ്പറേഷൻ. അല്ലല്ലോ, ICT ടൂളാണ് ഉപയോഗിക്കുന്നത് ഗവൺമെൻറ് ഓപ്പറേഷൻ ബെറ്റർ ആക്കുന്നതിന് വേണ്ടിയിട്ട്. ദെൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഗവൺമെൻറ് ആൻഡ് സിറ്റിസൺ ഈസ് പാർട്ട് ഓഫ് ദ ഫോക്കസ് ഓഫ് ഈ ഗവേണൻസ്. ഈ ഗവേണൻസിൻ്റെ ഫോക്കസിൻ്റെ ഭാഗമാണ് എന്തെന്ന് പറയുന്നത്, ഗവൺമെൻറ്റിൻ്റെയും സിറ്റിസൺസിൻ്റെയും പരസ്പരം തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്. അത് കൂടുതൽ ശരിയായിട്ടുള്ളൊരു കാര്യമാണ്, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ദെൻ ഈ ഗവേണൻസ് പ്രൈമർലി ഫോക്കസസ് ഓൺ പ്രൊവൈഡിങ് ഗവൺമെൻറ് സർവീസസ് ഓൺലൈൻ. അതായത് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഈ ഗവേണൻസ് ഫോക്കസ് ചെയ്യുന്നത് ഓൺലൈനായിട്ട് സർവീസ് കൊടുക്കുക എന്നുള്ളതാണോ? അല്ല, അതല്ല അതിൻ്റെ പ്രൈമറി ഫോക്കസ് എന്ന് പറയുന്നത്. അതിന് ഉപയോഗിക്കുന്ന രീതിയാണ് ഈ പറയുന്നത് പോലെ ഓൺലൈനായിട്ട് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ ICT ടൂൾ ഉപയോഗിക്കുക എന്നുള്ളത്. പ്രൈമറി ഫോക്കസ് എന്ന് പറയുന്നത് എന്താണ്, സിറ്റിസൺ സർവീസ് ഡെലിവറി, ബെറ്ററായിട്ട് സർവീസ് ഡെലിവറി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത്. സോ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. സോ അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് എ വെബ് പോർട്ടൽ ലോഞ്ച്ഡ് ബൈ ദ മിനിസ്ട്രി ഓഫ് പഞ്ചായത്തി രാജ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, with an objective to strengthen the e-governance in the പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ. പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഗവേണൻസ് സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മിനിസ്ട്രി ഓഫ് പഞ്ചായത്തി രാജ് കൊണ്ടുവന്നിട്ടുള്ള വെബ് പോർട്ടൽ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ബൈ ബ്രിങ്ങിങ്, എങ്ങനെയാണ് ബൈ ബ്രിങ്ങിങ്, അത് റിമൈനിങ് ആയിട്ടുള്ള കാര്യമൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. ഈ വെബ് പോർട്ടൽ ഏതാണെന്നുള്ളതാണ് അറിയേണ്ടത്. ബൈ ബ്രിങ്ങിങ് ബെറ്റർ ട്രാൻസ്പെറൻസി ഇൻ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്, പ്രോഗ്രസ് റിപ്പോർട്ടിംഗ് ആൻഡ് വർക്ക് ബേസ്ഡ് അക്കൗണ്ടിങ്ങും പ്രോഗ്രസ് റിപ്പോർട്ടിങ്ങും അതേപോലെ എന്താണ് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്ങും അതിലൊക്കെ ട്രാൻസ്പെറൻസി കൊണ്ടുവരിക വഴി ഇത് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അത് ഏതാണ് ആ ഒരു വെബ് പോർട്ടൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എയിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്, ഇ-ടാൽ എന്ന് പറയുന്നതാണ്. സോ ഇ-ടാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻ അഗ്രിഗേഷൻ ആൻഡ് അനാലിസിസ് ലെയർ എന്നാണ് അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. സിമ്പിളാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻസ്, പ്രത്യേകിച്ച് നാഷണൽ സ്റ്റേറ്റ് ലെവലിലുള്ള ഗവേണൻസ് ഇനിഷ്യേറ്റീവ്സിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻസ് എല്ലാം നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വെബ് പോർട്ടലാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന ഇ-ടാൽ എന്ന് പറയുന്നത്. അപ്പം അതിനകത്ത് ഇപ്പം മിഷൻ മോഡ് പ്രൊജക്റ്റുകളൊക്കെ ലോഞ്ച് ചെയ്ത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എല്ലാ ഡീറ്റെയിൽസും എന്താണ് നമുക്കവിടെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിലും ഒക്കെ കാണാൻ പറ്റുന്നൊരു കാര്യമാണ്.
അപ്പോൾ അതല്ല ഇതെന്ന് പറയുന്നത്. നൗ ഈ ഗ്രാം സഹായ്, ഈ ഗ്രാം സേവ ഇതൊന്നും കുക്ക്ഡ് അപ്പ് ആയിട്ടുള്ള നെയിംസ് ആയിട്ടാണ് തോന്നുന്നത്, കാരണം ഇത് എന്തെങ്കിലും ഇനിഷ്യേറ്റീവായിട്ട് കണ്ടിട്ടില്ല. ദെൻ ഈ ഗ്രാം സ്വരാജ്, ഈ ഗ്രാം സ്വരാജ് ആണ് എന്തെന്ന് പറയുന്നത്, ഈ ഒരു ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് കൃത്യം അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഓരോ ഇനിഷ്യേറ്റീവിൻ്റെയും പേര് ഓൾമോസ്റ്റ് സെയിം ആയിട്ടായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. റിലേറ്റഡ് ആയിട്ടുള്ള നെയിംസ് എന്ത് ചെയ്യും, ആഡ് ചെയ്ത് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ കൊണ്ടുവരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിഷ്യേറ്റീവ് ഏതാണെന്നും എന്തിനാണ് എന്നുള്ളതും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഈ ഗ്രാം സ്വരാജ് എന്തിനാണെന്ന് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉത്തരത്തിലോട്ട് വരാൻ പറ്റത്തില്ല. സോ പിന്നെ നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ടാലിനെ പറ്റിയിട്ട് മാത്രമാണ്. സോ ഈ ഗ്രാം സ്വരാജ് ആണ്, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ്. ഏറ്റവും ശരിയായത് തിരഞ്ഞെടുക്കുക ഓപ്ഷൻസിൽ നിന്നും. ദി ഓപ്പൺ നെറ്റ്വർക്ക് ഫോർ ഡിജിറ്റൽ കൊമേഴ്സ് ONDC ഈസ്. എന്താണ് എന്നുള്ളതാണ് ഓപ്പൺ നെറ്റ്വർക്ക് ഫോർ ഡിജിറ്റൽ കൊമേഴ്സ് എന്താണ് എന്നുള്ളതാണ്. ഫസ്റ്റ് പറയുന്നത് ആൻ ആപ്ലിക്കേഷൻ ടു കണക്ട് ഷോപ്പേഴ്സ് ആൻഡ് റീറ്റെയിലേഴ്സ് ഫോർ ഓപ്പൺ ഇ കൊമേഴ്സ്. ഷോപ്പേഴ്സിനും റീറ്റെയിലേഴ്സിനെയും എന്താണ് ഓപ്പൺ ആയിട്ടുള്ളൊരു ഇ കൊമേഴ്സ് ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ. നെക്സ്റ്റ്, എ കമ്പനി വിച്ച് ലോഞ്ച്ഡ് സെറ്റ് ഓഫ് സ്പെസിഫിക്കേഷൻസ് ടു പ്രൊമോട്ട് ഓപ്പൺ ഇൻ്റർചേഞ്ച് ബിറ്റ്വീൻ ഷോപ്പേഴ്സ്, ടെക്നോളജി പ്ലാറ്റ്ഫോംസ് ആൻഡ് റീറ്റെയിലേഴ്സ്. അതായത് ഇതൊരു കമ്പനിയാണ്, അതെന്താണ് കുറേയധികം ഗൈഡ് ലൈൻസും സ്പെസിഫിക്കേഷൻസും പ്രൊവൈഡ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ഓപ്പൺ ഇൻ്റർചേഞ്ച് ബിറ്റ്വീൻ ഷോപ്പേഴ്സ്, ടെക്നോളജി പ്ലാറ്റ്ഫോം ആൻഡ് റീറ്റെയിലേഴ്സ്. ഷോപ്പ് ചെയ്യുന്നവരും റീറ്റെയിലറും അതേപോലെ തന്നെ എന്താണ് ടെക്നോളജി പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുന്നവർക്കുമൊക്കെ എന്താണ് ഓപ്പൺ ആയിട്ട് ഇൻറ്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം, അതിൻ്റെ ഒരു കമ്പനിയാണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ആൻ ഇൻ്റർമീഡിയേറ്ററി ടു എനേബിൾ ഇൻ്റർചേഞ്ച് ബിറ്റ്വീൻ ഷോപ്പേഴ്സ്, ബാങ്ക്, ടെക്നോളജി പ്ലാറ്റ്ഫോംസ് ആൻഡ് റീറ്റെയിലേഴ്സ്. ദെൻ എ സോഫ്റ്റ്വെയർ വിച്ച് ഹെൽപ്പ് ടു ക്രിയേറ്റ് ആൻ എക്സ്ക്ലൂസീവ് ഇ കൊമേഴ്സ് സിസ്റ്റം ഫോർ ഷോപ്പേഴ്സ് ആൻഡ് റീറ്റെയിലേഴ്സ്. അപ്പം നെക്സ്റ്റ് പറയുന്ന രണ്ട് കാര്യങ്ങളെന്ന് പറയുന്നതാണ് ഷോപ്പേഴ്സും ബാങ്ക് ടെക്നോളജി പെർഫോമേഴ്സും റീറ്റെയിലേഴ്സുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഇൻ്റർമീഡിയേറ്ററി ആണെന്നുള്ളത്. പിന്നെ പറയുന്നത് എന്താണ്, ഒരു സോഫ്റ്റ്വെയർ ആണ് എന്തിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത്, ഇ കൊമേഴ്സ് സിസ്റ്റം ഷോപ്പേഴ്സും റീറ്റെയിലേഴ്സിനും ഇടയിലുള്ളൊരു അതിന് വേണ്ടിയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ആണെന്ന് പറയുന്നു. ഇത് കൃത്യം അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്ഷൻസിലേക്ക് വരാൻ പറ്റത്തില്ല. ഫസ്റ്റ് ഓഫ് ഓൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓപ്പൺ നെറ്റ്വർക്ക് ഫോർ ഡിജിറ്റൽ കൊമേഴ്സ് എന്ന് പറയുന്നത് ഇതൊരു ആപ്ലിക്കേഷനോ സോഫ്റ്റ്വെയറോ ഒന്നുമല്ല. ഇത് ആക്ച്വലി കമ്പനീസ് ആക്ടിൻ്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. അത് അറിയാമായിരുന്നു എന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ബിയിൽ നിന്ന് ഉത്തരത്തിലേക്ക് വരാൻ പറ്റും. അപ്പോൾ ഇത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് ആമസോണൊക്കെ പോലെയായിട്ടുള്ള ഒരു എന്താണ് ഒറ്റയ്ക്ക് നിൽക്കുന്ന പ്രൈവറ്റ് ആയിട്ടുള്ള ലാർജ് എൻറ്റിറ്റീസ് ഉണ്ടാകും. അപ്പോൾ അവരുടെ ഒരു ക്ലോസ്ഡ് സിസ്റ്റമാണ് അവരുടെ എന്ന് പറയുന്നത്. പുറത്തുനിന്ന് ആരെയും എന്ത് ചെയ്യുന്നില്ല, അതിനകത്തേക്ക് സെയിൽ ചെയ്യാനായിട്ടൊന്നും വരുന്നില്ല. അതിന് അവരുടേതായിട്ടുള്ള ചില രീതികളുണ്ട്. അപ്പോൾ ഇതൊരു ഓപ്പൺ കോമ്പറ്റീഷനൊന്നും പ്രൊവൈഡ് ചെയ്യുന്നൊരു സ്ഥലമല്ല. അപ്പം ഇവിടെ ഈ പറയുന്ന ഓപ്പൺ നെറ്റ്വർക്ക് ഫോർ ഡിജിറ്റൽ കൊമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇവർ കുറേ ഗൈഡ് ലൈൻസും സ്പെസിഫിക്കേഷൻസും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ആപ്ലിക്കേഷനിൽ ഇപ്പം ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പം സപ്പോസ് ഏതെങ്കിലും ഒരു റീറ്റെയിലർ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അവർക്ക് അവരുടെ പ്രോഡക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ONDCയിൽ വഴി പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. അതുവഴി പ്രൊമോട്ട് ചെയ്യുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യുന്ന മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ഇവർ ലിസ്റ്റ് ചെയ്യുന്ന പ്രോഡക്റ്റുകളും അവിടെയും ലിസ്റ്റ് ആവും. അപ്പോൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ്റെ അണ്ടറിൽ മാത്രമല്ല, അതേപോലെ തന്നെ എന്താണ് ആ ആപ്ലിക്കേഷനുമായിട്ട് മാത്രം, ആ ഒരു ലാർജ് എൻറ്റിറ്റിയുമായിട്ട് മാത്രം ബിസിനസ് ചെയ്യുന്ന ആളുകളുടെ പ്രൊഡക്റ്റ് മാത്രമല്ല അവിടെ ലിസ്റ്റ് ആവുന്നത്. ഈ ONDCയുമായി ബന്ധപ്പെടുന്ന റീറ്റെയിലേഴ്സിനും എവിടെയാണോ ഏതൊക്കെ ആപ്ലിക്കേഷനാണോ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നത് അവരുടെ ഇടയിലും എന്താണ് കണക്ഷൻ ഉണ്ടാകുന്നുണ്ട്. സോ റീറ്റെയിലേഴ്സും ഷോപ്പേഴ്സും ടെക്നോളജി പ്ലാറ്റ്ഫോംസും തമ്മിലുള്ളൊരു ഇൻ്റർചേഞ്ച് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ലിസ്റ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആർക്കും ഏതൊരു MSME സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആർക്കും ഇതിൻ്റെ ഭാഗമായിട്ടുള്ളവർക്ക് അവരുടെ ഇഷ്ടമുള്ള പ്രൊഡക്റ്റുകൾ അവിടെ ലിസ്റ്റ് ചെയ്യാം. വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഇതെന്ത് ചെയ്യുന്നുണ്ടാവും, ആർക്കാണെങ്കിലും എത്തുകയും ചെയ്യും. സോ അതുകൊണ്ട് തന്നെയാണ് ഇതിനൊരു ഓപ്പൺ ഒരു സോഴ്സ് അല്ലെങ്കിൽ ഓപ്പൺ പ്ലാറ്റ്ഫോം എന്നുള്ളൊരു രീതിയിൽ അറിയപ്പെടുന്നത്. അപ്പോൾ അത്തരത്തിൽ കമ്പനീസ് ആക്ടിൻ്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൊരു കമ്പനിയാണ് എന്തെന്ന് പറയുന്നത് ONDC എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് എ നെറ്റ്വർക്ക് ബേസ്ഡ് ഓപ്പൺ പ്രോട്ടോകോൾ വിച്ച് എനേബിൾ ലോക്കൽ കൊമേഴ്സ് അക്രോസ് സെഗ്മെൻറ്റ്സ് സച്ച് ആസ് മൊബിലിറ്റി, ഗ്രോസറി, ഫുഡ് ഓർഡർ ഡെലിവറി, ഹോട്ടൽ ബുക്കിംഗ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് പോസിബിൾ ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് എന്താണെന്നുള്ളതാണ്. ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ഓപ്പൺ ഗൈഡ് ലൈൻസ് ദാറ്റ് ക്രിയേറ്റ് യൂണിഫൈഡ് ഇൻ്റർ ഓപ്പറേറ്റബിൾ നെറ്റ്വർക്ക് ഫോസ്റ്ററിംഗ് കോമ്പറ്റീഷൻ ആൻഡ് ഇൻക്ലൂസിവിറ്റി ഇൻ ദ ഡിജിറ്റൽ മാർക്കറ്റ് പ്ലേസ്. Then it is a non-profit company under the Companies Act 2013. Then it comes under the Department of Promotion of Industry and Internal Trade. ഇനി ഇതിനെ പറ്റിയിട്ട് മാത്രം ഒരു ചോദ്യം വരികയാണെന്നുണ്ടെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലാണ് ഈ ONDC വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യവും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, അറിഞ്ഞിരിക്കേണ്ടതായിട്ട് വരും. സോ അതുകൂടി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാക്കുക, ഈ ONDC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്,
ഒരു ഇ കൊമേഴ്സ് ഭീമൻ എന്നുള്ളൊരു അർത്ഥത്തിൽ, അല്ലെങ്കിൽ ഇ കൊമേഴ്സ് നടത്താനുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. ഒരു ആപ്ലിക്കേഷനോ സോഫ്റ്റ്വെയറോ അല്ല. പിന്നെ എന്താണ്, പല പ്ലാറ്റ്ഫോമുകളെല്ലാം കൂടി ഒന്നിപ്പിച്ച് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ളൊരു കമ്പനീസ് ആക്ടിൻ്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അതിനെന്ത് ചെയ്യുകയാണ്, അത് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേയധികം ഗൈഡ് ലൈൻസും മറ്റുമായിരിക്കും അത് പ്രൊമോട്ട് ചെയ്യുന്നത്. അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നത് വഴി എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുൻപ് ഞാൻ പറഞ്ഞിട്ടുള്ളൊരു എക്സാമ്പിൾ പറഞ്ഞതുപോലെ, ഇപ്പം എനിക്കൊരിപ്പോൾ ഒരു സ്ഥാപനമുണ്ട്, അത് ഞാൻ കുറേ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പ്രോഡക്റ്റുകൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലിസ്റ്റ് ചെയ്യാൻ പറ്റും. ആ ലിസ്റ്റ് ചെയ്യുമ്പം ഇതിൻ്റെ ഭാഗമായിട്ട് ഞാൻ എൻ്റെ ഇൻഫർമേഷൻ, ഞാൻ കൊടുത്തിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കുമ്പോൾ ഈ ONDCയുടെ ഫെസിലിറ്റീസ് ഉള്ള, അതല്ലെങ്കിൽ ആ ഒരു ഗൈഡ് ലൈൻ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ഉണ്ടാവും, ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഉണ്ടാവും. അങ്ങനെ ഉള്ള പ്ലാറ്റ്ഫോംസ്, എല്ലാ പ്ലാറ്റ്ഫോമിലും അല്ലാതെ വരുന്ന ഇതുമായിട്ട് അലൈൻ ചെയ്ത് പോകുന്ന പ്ലാറ്റ്ഫോംസിൽ എൻ്റെ പ്രോഡക്റ്റുകൾ ലിസ്റ്റ് ആവും. അങ്ങനെ ലിസ്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, ഇപ്പോൾ ഒരു സെല്ലർ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരു ബയർ ഉണ്ടെന്നുണ്ടെങ്കിൽ ബയറിന് അതിലേക്ക് നോക്കുമ്പം ഈ പ്രോഡക്റ്റുകൾ കിട്ടുന്നു. അപ്പോൾ ആർക്കും എന്ത് ചെയ്യാൻ പറ്റുന്നു, ഡിജിറ്റൽ സ്പേസ് ഉപയോഗിച്ചുകൊണ്ട് ഇ കൊമേഴ്സ് ആക്ടിവിറ്റി ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഈ ഒരു സംഗതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ഓപ്പൺ നെറ്റ്വർക്ക് ഫോർ ഡിജിറ്റൽ കൊമേഴ്സ് എന്ന് പറയുന്നത്. ഇതും എന്താണ്, കൃത്യമായിട്ട് ഇത് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ് കൺഫ്യൂഷൻ ഉണ്ടാകുന്നൊരു കാര്യമാണ്. പിന്നെ അതിനകത്തുള്ള കീവേഡ് എന്ന് പറയുന്നത് ഒരു ആപ്ലിക്കേഷനോ സോഫ്റ്റ്വെയറോ ഒന്നുമല്ല, ഇതൊരു കമ്പനിയാണ് എന്നുള്ള രീതിയിലാണ്. അതാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കറക്റ്റ് ആക്കേണ്ട ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് കണ്ടെത്തേണ്ട കീവേഡ്. All the below mentioned options except one are considered as non-value added activities while conducting the government process re-engineering. Government process re-engineering നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് താഴെ പറയുന്നവയിൽ ഒരെണ്ണം ഒഴികെ ബാക്കിയെല്ലാം എന്താണ്, നോൺ വാല്യൂ ആഡഡ് ആക്ടിവിറ്റീസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നതെന്നുള്ളതാണ്. സോ ഓൾ ദ ബിലോ മെൻഷൻഡ് ഓപ്ഷൻസ് എക്സെപ്റ്റ് വൺ, ആ എക്സെപ്റ്റ് വൺ ഏതാണെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ ക്വസ്റ്റ്യൻ പൂർണ്ണമാണോ എന്നുള്ളൊരു കാര്യത്തിലൊരു സംശയമുണ്ട്. ഉദ്ദേശിച്ചിട്ട് ഇത്രയുള്ളതാണ്, ഓൾ ദ ബിലോ മെൻഷൻഡ് ഓപ്ഷൻസ് എക്സെപ്റ്റ് വൺ ആർ കൺസിഡേർഡ് ആസ് നോൺ വാല്യൂ ആഡഡ് ആക്ടിവിറ്റീസ് വൈൽ കണ്ടക്ടിങ് ഗവൺമെൻറ് പ്രോസസ് റീഎഞ്ചിനീയറിംഗ്. സോ വിച്ച് ഈസ് ദാറ്റ് വൺ എന്നുള്ളതാണ്, വിച്ച് ഓപ്ഷൻ ഈസ് ദാറ്റ് വൺ എന്നുള്ളതാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഗവൺമെൻറ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് എന്താണ് എന്നുള്ളതാണ്. ഗവൺമെൻറ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ ഗവൺമെൻറ്റുമായിട്ട് നടത്തുന്ന ഇപ്പോൾ എന്തെങ്കിലും ടൈപ്പ് ഓഫ് സർവീസ് ഡെലിവറി ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ സർവീസ് ഡെലിവറിയിൽ നമ്മൾ കുറേയധികം കാര്യങ്ങൾ നടന്നു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് നമുക്ക് ICT ഒക്കെ വന്ന സമയത്ത് എന്താണ്, അതിൻ്റെ കുറേ കാര്യങ്ങൾ, ഇപ്പം ലൈക്ക് നമ്മളൊരു ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് നേരിട്ട് കൊടുത്ത് പിന്നെ അതിന് വെയിറ്റ് ചെയ്ത് അതിങ്ങനെ ഓരോരുത്തരുടെ കടന്നു പോയി വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും സാധിക്കണമെന്നുണ്ടെങ്കിൽ ദിവസങ്ങൾ കാത്തിരിക്കേണ്ട ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ ഒരു കാര്യത്തെ എങ്ങനെ നമുക്ക് ICT ഉപയോഗിച്ചുകൊണ്ട് ഇമ്പ്രൂവ് ചെയ്യാമെന്നുള്ളതാണ് ഗവൺമെൻറ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് ഉദ്ദേശിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും ICT ടൂൾസാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പ്രോസസ്സാണ് ഗവൺമെൻറ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ പ്രോസസ് അനാലിസിസ് എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പുണ്ട്. ആ സ്റ്റെപ്പിൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തി, ഏതെങ്കിലും ഒരു കാര്യം നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രോസസ്സിൽ ഏതൊക്കെയാണ് വാല്യൂ ആഡഡ് എന്നും ഏതൊക്കെയാണ് നോൺ വാല്യൂ ആഡഡ് എന്നും കണ്ടെത്തുക. വാല്യൂ അഡീഷൻ വരുന്ന ഭാഗം ഏതാണ്, വാല്യൂ അഡീഷൻ ഇല്ലാത്ത ഭാഗം ഏതാണ്. ഈ നോൺ വാല്യൂ ആഡഡിനെ എന്ത് ചെയ്യാം, നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നോൺ വാല്യൂ ആഡഡ് എന്ന് പറയുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമുള്ളതല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു ബാങ്കിൽ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന്, ഒരു അക്കൗണ്ട് തുറക്കുന്നതിന് വേണ്ടിയിട്ട് പോകുന്നു വിചാരിക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ടൈപ്പ് ഓഫ് പേയ്മെൻറ്റിന് പോസ്റ്റ് ഓഫീസിൽ പോകുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നു എന്നൊക്കെ വിചാരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്താണ്, നമ്മളിവിടെ നിന്നും ഓഫീസിലേക്കായിട്ട് ചെല്ലണം. ആ ഓഫീസ് നിൽക്കുന്നിടത്ത് നമ്മൾ ചെല്ലണം. അവിടെ ചെല്ലുന്നു. അവിടെ ചെന്നിട്ട് എന്താണ്, ക്യൂവിൽ നിൽക്കണം. ക്യൂവിൽ നിന്നതിന് ശേഷം ഫോം വാങ്ങിച്ച് അത് ഫില്ല് ചെയ്തിട്ട്, ക്യൂവിൽ നിന്ന് വാങ്ങുന്നു, അതല്ലെങ്കിൽ ഫോം കിട്ടിയതിന് ശേഷം നമ്മളത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ എന്താണ്, അവിടെയുള്ള ക്ലർക്ക് അത് വെരിഫൈ ചെയ്യുന്നു. സോ വെരിഫിക്കേഷൻ കഴിയുന്നു. പിന്നെ എന്താണ്, പേയ്മെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റ് കളക്ട് ചെയ്യുന്നു. ദെൻ അതിൻ്റെ സ്ലിപ്പ് കിട്ടുന്നു, അത് റിസീവ് ചെയ്യുന്നു. അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിവിടെ നിന്ന് അവിടെ പോവുക എന്ന് പറയുന്ന ഒരു പ്രവൃത്തി അവിടെ വരുന്നുണ്ട്. അതെന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷനാണ്. അപ്പോൾ അവിടെ പോവാതെ തന്നെ കാര്യം നടക്കുമായിരുന്നു എന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്കത് ഉപേക്ഷിക്കാവുന്ന, അല്ലെങ്കിൽ അത് വേണ്ടാന്ന് വെക്കാവുന്ന കാര്യമാണ്. അതൊരു നോൺ വാല്യൂ ആഡഡ് ആണ്. കാരണം ഇവിടെ നിന്ന് അവിടെ പോകുന്നതുകൊണ്ട് വാല്യൂ നഷ്ടമാണ് ഉണ്ടാകുന്നത്. പക്ഷേ കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അല്ലെങ്കിൽ ഈ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമുള്ള കാര്യമല്ല. സോ ഇറ്റ് ഈസ് എ നോൺ വാല്യൂ ആഡഡ് തിങ്. ദെൻ റിഡൻഡൻസി എന്ന് പറയുന്നത്, അതായത് നമ്മൾ കൊടുത്തിട്ടുള്ളൊരു കാര്യം ഇപ്പം ചില പ്രോസസ്സുകളിലൊക്കെ ഒരേ കാര്യം തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരും. ഇപ്പോൾ ഫോം ഫില്ല് ചെയ്യുന്ന ചില ഏരിയാസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരുന്നു. ഇപ്പോൾ ടെമ്പററി അഡ്രസ്, പെർമനൻറ്റ് അഡ്രസ്, ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നുണ്ടാകും. അങ്ങനെ തുടങ്ങിയിട്ട് പലയിടത്തായിട്ട് ഇത് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യേണ്ട സാഹചര്യമൊക്കെ വരുന്നുണ്ടാവും. അപ്പം ഒന്ന് തന്നെ എന്താണ്, റിപ്പീറ്റ് ചെയ്യുന്ന ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്ന സംഗതി നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിനെയാണ് നമ്മൾ റിഡൻഡൻസി എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത് എന്താണ്, നോൺ വാല്യൂ ആഡഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ ക്ലർക്ക് വെരിഫൈ ചെയ്യുക എന്ന് പറഞ്ഞൊരു കാര്യമില്ല ഞാൻ പറഞ്ഞത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്,
ഇൻസ്പെക്ഷൻ എന്ന് പറയുന്ന ഒരു സംഗതിയാണ്, അതായത് വെരിഫിക്കേഷൻ നടക്കുക എന്ന് പറയുന്നത്. അതും ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ എന്താണ്, അതനുസരിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നോൺ വാല്യൂ അഡീഷൻ ആണ്. അതുകൊണ്ടും പ്രത്യേകിച്ച് വാല്യൂ അഡീഷൻ ഒന്നും അവിടെ വരുന്നില്ല. സോ അതുകൊണ്ട് അതിനെ നമുക്ക് എന്താണ് നോൺ വാല്യൂ ആഡഡിൻ്റെ അണ്ടറിൽ കൊണ്ടുവരാൻ പറ്റും. പിന്നെ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഈ ട്രാൻസാക്ഷൻ്റെ ഭാഗമായിട്ട് വാല്യൂ അഡീഷൻ വരുന്നൊരു കാര്യം തന്നെയാണ്. വാല്യൂ അഡീഷൻ തന്നെയാണല്ലോ പേയ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ കാര്യം ഒന്നും അറിയാത്ത ഒരാളിന് എന്താണ് പേയ്മെൻറ്റിനകത്തൊരു വാല്യൂ ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അവൻ്റെ ആൻസറിലേക്ക് വരാൻ പറ്റും. പഠിച്ച ഒരാളിനെ സംബന്ധിച്ചിടത്തോളം പേയ്മെൻറ്റ് ഈസ് എ പാർട്ട് ഓഫ് വാല്യൂ അഡീഷൻ ആണ് എന്നുള്ളത് കൂടി ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ ഇതല്ലാതെ പി കൊണ്ട് തുടങ്ങുന്ന മറ്റൊരു കാര്യമുണ്ട്, പ്രിപ്പറേഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ 4 കാര്യങ്ങളാണ് TRIP, ഈ 4 കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത് നോൺ വാല്യൂ ആഡഡ് ആക്ടിവിറ്റീസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആ പിക്ക് പേയ്മെൻറ്റ് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പ്രിപ്പറേഷൻ എന്ന് പറയുന്ന ഒരു കാര്യമാണ്. നമ്മൾ അവിടെ ചെന്നിട്ട് ഈ കാര്യം നടക്കുന്നതിന് വേണ്ടിയിട്ടൊരു പ്രിപ്പറേഷൻ നടത്തണം. ആ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി ക്യൂവിൽ നിന്ന് കാത്ത് നിൽക്കുക എന്ന് പറയുന്ന ഒരു എക്സാമ്പിളാണ്. ഇതിന് വേണ്ടിയിട്ട് ആളിനെ കാണാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആണല്ലോ. അപ്പോൾ അതെന്ന് പറയുന്നത് എന്താണ്, ഒരു നോൺ വാല്യൂ ആഡഡ് ആക്ടിവിറ്റിയാണ്. അതും ഒഴിവാക്കാൻ പറ്റുന്നതാണ്. ഇവിടെ പേയ്മെൻ്റ് ആണ് അതിന് പകരം കൊടുത്തിട്ടുള്ളത്. സോ പേയ്മെൻറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഡി, പേയ്മെൻറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. Next, the factors time, cost, complexity, transparency and citizen experience are factors to be considered while measuring dash while considering government process re-engineering. ഈ ഗവൺമെൻറ് പ്രോസസ്സ് റീ എഞ്ചിനീയറിങ്, ഈ ഗവേണൻസ് സിസ്റ്റം അഡോപ്റ്റ് ചെയ്യുന്ന സമയത്ത് നടത്തുന്ന ഗവൺമെൻറ് പ്രോസസ്സ് റീ എഞ്ചിനീയറിങ്ങിൻ്റെ അണ്ടറിൽ ടൈം, കോസ്റ്റ്, കോംപ്ലക്സിറ്റി, ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത് എന്തിൻ്റെ ഫാക്ടേഴ്സ് ആണെന്നുള്ളതാണ്. സിമ്പിൾ, അതും പഠിക്കാനുള്ള ഭാഗത്ത് നിന്നുള്ളതാണ്. സർവീസ് ക്വാളിറ്റിയാണ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ എ സർവീസ് ക്വാളിറ്റിയാണ് ആൻസർ. ഇപ്പോൾ നമ്മളൊരു സർവീസ്, ഒരു നല്ലൊരു സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് ടൈം ബൗണ്ടായിട്ട് എഫിഷ്യൻ്റായിട്ട് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അതായത് ഏറ്റവും മിനിമം ടൈമിൽ ആ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ കണ്ടില്ലായിരുന്നോ ഈ ട്രാൻസ്പോർട്ടേഷനും ക്യൂവിൽ നിൽക്കുന്ന പരിപാടിയൊക്കെ കട്ട് ചെയ്യുക. നോൺ വാല്യൂ ആഡഡ് എന്ന് പറയുന്നത് എന്താണ്, സമയം ലാഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ദെൻ കോസ്റ്റ് കുറവുള്ള രീതിയിൽ പേപ്പർലെസ് ആവുന്നത് വഴി ആപ്ലിക്കേഷൻ ഫോം വാങ്ങുന്നത് ഒഴിവാക്കുക എന്നുള്ള അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. സോ കോസ്റ്റ് കട്ട് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്, ബെറ്റർ സർവീസ് ആണ് എന്ന് പറയുന്നത്. കോംപ്ലക്സിറ്റി ഒഴിവാക്കുക എന്ന് പറയുന്നത്, ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള രീതിയിൽ ഓരോരുത്തരെയും കണ്ട് ഫോം ഫില്ല് ചെയ്ത് അങ്ങനെയൊക്കെ പോകുന്ന പരിപാടിയല്ലേ, അത് ഒഴിവാക്കുക എന്ന് പറയുന്നതാണ്, അത് ബെറ്റർ സർവീസ് ആണ് അതെന്ന് പറയുന്നത്. ദെൻ ട്രാൻസ്പെറൻറ്റ് ആയിരിക്കുക എന്ന് പറയുന്നത്, ഓക്കെ, ഓഫ് കോഴ്സ് അതെന്താണ്, ഒരു ബെറ്റർ സർവീസാണ്. ആൻഡ് സിറ്റിസൺ എക്സ്പീരിയൻസ്, ബെറ്റർ സിറ്റിസൺ എക്സ്പീരിയൻസ്, അതാണ് അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം എന്തിനെയാണ് ആക്ച്വലി, ഇതൊക്കെ എന്തിൻ്റെ ഫാക്ടേഴ്സാണ് യഥാർത്ഥത്തിൽ, സർവീസ് ക്വാളിറ്റിയുടെ ഫാക്ടേഴ്സാണ്. റിലയബിലിറ്റിയോ റിലേഷൻഷിപ്പ് ക്വാളിറ്റിയോ എൻഗേജ്മെൻറ്റ് ക്വാളിറ്റിയോ ഒന്നുമല്ല, സർവീസ് ക്വാളിറ്റിയുടെ ഭാഗമായിട്ടാണ് ഈ ഫാക്ടേഴ്സിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇൻഫാക്ട് നമ്മളിങ്ങനെ തന്നെ അത് പഠിക്കാനുമുണ്ട്. സോ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ, സർവീസ് ക്വാളിറ്റി. നെക്സ്റ്റ്, what type of information that would help in answering the question what would be the impact on rice production in the state if the average rainfall during the southwest monsoon reduces by 20% this year is. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഇൻഫർമേഷൻ സിസ്റ്റത്തെ പറ്റിയിട്ടാണ്. ഇൻഫർമേഷൻ സിസ്റ്റത്തെ പറ്റിയിട്ടുള്ള ക്ലാസ് നിങ്ങൾ ഓൺലൈനിൽ കണ്ടിട്ടുണ്ടാകും. കാണാത്തവർക്ക് യൂട്യൂബിൽ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അത് കയറി കാണുക. അപ്പോൾ അതിൽ നമുക്ക് പഠിക്കാനുള്ള മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റവും ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റവും എക്സ്പേർട്ട് സിസ്റ്റവുമാണ് പഠിക്കാനുള്ളത്. ബാക്കി 2 സിസ്റ്റത്തെ പറ്റിയിട്ട് സിലബസിൽ മെൻഷൻ ചെയ്യുന്നില്ല. ഡേ ടു ഡേ ആക്ടിവിറ്റീസ് നടപ്പിലാക്കുന്ന ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് സിസ്റ്റം ഉണ്ട്. ദെൻ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പം റെഗുലർ റിപ്പീറ്റഡ് ആയിട്ടുള്ള വർക്ക് വരുന്നില്ല, അത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ പേയ്മെൻറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടും ഒക്കെ. ഇപ്പോൾ സ്പാർക്ക് എന്ന് പറയുന്ന കേരളത്തിൻ്റെ അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും. സോ എംപ്ലോയീസ് പേയ്മെൻറ്റും മറ്റു കാര്യങ്ങളുമൊക്കെ ഒരു ഓട്ടോമേറ്റഡ് കൈൻഡ് ഓഫ് എ സിസ്റ്റം എന്നുള്ളൊരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതാണ് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. എന്നാൽ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി എന്താണ് ഡിഫറൻ്റ് ആണ്. അതായത് അത് ബെറ്റർ അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്ട് ഇഫ് സിനാരിയോ വരുന്നതെന്ന് പറയുന്നത് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം ആണെന്നുള്ള രീതിയിൽ ഓർത്ത് വെച്ചിരിക്കുക. വാട്ട് ഇഫ് സിനാരിയോ, അതായത് ഒരു പർട്ടിക്കുലർ ഡേറ്റ സെറ്റ് ഉണ്ട്, അത് അനലൈസ് ചെയ്തതിന് ശേഷം ഇപ്പം 20% ആണ് ഈ വർഷത്തെ റെയിൻ കുറയുന്നതെന്നുണ്ട് എങ്കിൽ റൈസ് പ്രൊഡക്ഷൻ എത്രയായിരിക്കുമെന്ന് അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കുന്ന ഒരു പരിപാടി സിസ്റ്റം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. എങ്ങനെ കിട്ടുന്ന ഫൈനൽ ഡേറ്റ ഉണ്ടല്ലോ, ഈ ഡേറ്റ ഉപയോഗിച്ചുകൊണ്ട് ഡിസിഷൻ മേക്കേഴ്സിന് കാര്യങ്ങൾ തീരുമാനിക്കുക. അപ്പോൾ ഗവൺമെൻറ് സെക്ടറിലാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് മനസ്സിലാവുന്നുണ്ട് റെയിൻഫോൾ സിറ്റുവേഷൻ കുറയുന്നുണ്ടെന്നുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റൈസ് പ്രൊഡക്ഷനെ അത് എത്രമാത്രം ഇമ്പാക്റ്റ് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താണ്, റൈസിൻ്റെ പ്രൈസ് കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നേരത്തെ റൈസ് എന്ത് ചെയ്യേണ്ടി വരും, പ്രൊക്യൂർ ചെയ്യേണ്ട സാഹചര്യമുണ്ടോ, പുറത്തോട്ട് കൊടുക്കേണ്ട സാഹചര്യമുണ്ടോ, അങ്ങനെ കൊടുക്കാതെ ജനങ്ങൾക്ക് വേണ്ടി സേവ് ചെയ്ത് മാറ്റി വെക്കണം, അങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് ഗവൺമെൻറ്റിന് ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന സിനാരിയോ ആണ് അതെന്ന് പറയുന്നത്. സോ ഡിസിഷനെ സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റം എന്ന രീതിയിൽ
ആൻസർ ഈസ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം. സോ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റവും ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റവും എക്സ്പേർട്ട് സിസ്റ്റവും ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് സിസ്റ്റവും ഒക്കെ എന്തായിരുന്നു എന്നറിയാമെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഉത്തരത്തിലോട്ട് വരാൻ പറ്റും. ആൻഡ് ഇൻ കേസ് അങ്ങനെ പോലും മനസ്സിലാക്കാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഒരു വാറ്റ് ഇഫ് സിനാരിയോ അനാലിസിസ് ഒക്കെ വരുന്ന എന്തിലാണ്? ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റത്തിൻ്റെ അണ്ടറിലാണ് അത് വരുന്നതെന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. So the answer is option C, decision support system. Next, Dash adopts a strategy to search through a collection of rules and formulate conclusions called inference engine. അതായത് ഇപ്പം ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് സിസ്റ്റം, മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റവും കണ്ടു, ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റവും കണ്ടു. ഇനി എക്സ്പേർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ്. എക്സ്പേർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫീൽഡിൽ ഒരു എക്സ്പേർട്ടായിട്ടുള്ള ഒരാൾ എടുക്കുന്ന ഡിസിഷനെ മിമിക് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ എക്സ്പേർട്ട് സിസ്റ്റം ചെയ്യുന്ന ഒരു പരിപാടി. അതായത് ഇവിടെ ഫൈനൽ ഡിസിഷൻ കൂടി ആരെടുക്കുന്നുണ്ട്? ഈ പറയുന്ന തരത്തിലുള്ള ഒരു എക്സ്പേർട്ട് സിസ്റ്റം കണ്ടെത്തുന്നുണ്ട്. ലൈക്ക് നമ്മൾ കുറേയധികം ഡേറ്റ കൊടുക്കും, ഒരു നോളജ് ബേസ് എന്ന് പറയും നമ്മളതിനെ. ആ ഡേറ്റ നമ്മൾ കൊടുത്തതിന് ശേഷം ആ ഡേറ്റയെ ഒരു ഇൻഫറൻസ് എഞ്ചിൻ ഉപയോഗിച്ചുകൊണ്ട് അനലൈസ് ചെയ്തതിന് ശേഷം ആ ഇൻഫറൻസ് എഞ്ചിൻ എന്താണ്? ഒരു ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യും. അപ്പം ഇതൊക്കെ എന്തെന്ന് പറയുന്നതാണ്? ഈ എക്സ്പേർട്ട് സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഒട്ടും എക്സ്പേർട്ട് അല്ലാത്ത ഒരാളിന് ഒരു കാര്യത്തെ പറ്റിയിട്ട് ഒരു ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഇൻഫറൻസ് എഞ്ചിൻ കുറേ ഡേറ്റയും നോളജും ഒക്കെ പ്രോസസ്സ് ചെയ്തിട്ട് കൊടുക്കുന്ന ഫൈനൽ ഔട്ട്പുട്ട്, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഈ എക്സ്പേർട്ട് സിസ്റ്റം കൊണ്ട് നമുക്ക് ഉള്ള ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഡാഷ് അഡോപ്റ്റ്സ് എ സ്ട്രാറ്റജി ടു സെർച്ച് ത്രൂ കളക്ഷൻ ഓഫ് റൂൾസ് ആൻഡ് ഫോർമുലേറ്റ് കൺക്ലൂഷൻസ് കോൾഡ് ഇൻഫറൻസ് എഞ്ചിൻ. അതായത് ഈ എക്സ്പേർട്ട് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എന്താണ്? ഒരു നോളജ് ബേസ് ഉണ്ട്, കുറേയധികം എക്സ്പേർട്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഡേറ്റ ആണ് അതെന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇതിനെ അനലൈസ് ചെയ്യുന്ന ഒരു ഇൻഫറൻസ് എഞ്ചിനുണ്ട്. ദെൻ ഇൻഫറൻസ് എഞ്ചിൻ എന്ത് ചെയ്യും? പുറത്ത് നിൽക്കുന്ന ഈ പറയുന്ന യൂസറാണെന്നുണ്ടെങ്കിൽ യൂസറിന് ഈ ഡേറ്റ പ്രൊവൈഡ് ചെയ്യണം. അതിൻ്റെ ഇടയിൽ നിൽക്കുന്നതാണ് യൂസർ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഈ 3 പാർട്ടാണ് എന്തെന്ന് പറയുന്നത്? ഒരു എക്സ്പേർട്ട് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള കമ്പണൻസ് എന്ന് പറയുന്നത് ഇൻ്റർഫേസ്. അപ്പോൾ ഈ യൂസർ ഇൻ്റർഫേസ് യൂസറും ഇതുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്ന, ഈ സിസ്റ്റവുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്ന ഭാഗമാണ്. ഈ സിസ്റ്റം ഈ പറയുന്ന പ്രോസസ്സുകളെല്ലാം ചെയ്യുന്നത് ഇൻഫറൻസ് എഞ്ചിനിലാണ്. ദെൻ ഈ ഇൻഫറൻസ് എഞ്ചിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? പലയിടത്തു നിന്നുള്ള എക്സ്പേർട്ട് ഫീൽഡിൽ നിന്നുള്ള എക്സ്പേർട്ടിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള നോളജാണ്. അപ്പോൾ ഇതടങ്ങുന്നതാണ് ഒരു എക്സ്പേർട്ട് സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ ഇൻഫറൻസ് എഞ്ചിൻ ഈസ് എ പാർട്ട് ഓഫ് എക്സ്പേർട്ട് സിസ്റ്റം എന്ന് കൂടി ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. അപ്പോൾ അതിൻ്റെ ക്ലാസ്സസും അവൈലബിൾ ആണ്. നിങ്ങൾ ആ ക്ലാസ്സുകൾ കണ്ടുകൊള്ളുക. ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. നെക്സ്റ്റ്, when the overall objective of a proposed e-governance system are to provide users with a tool like a search engine, forms and documents for download and email facility for contacting and concerned department, it is targeting dash level of e-governance maturity model. ഒന്ന് നോക്കിക്കേ, ഇ ഗവേണൻസ് മെച്യൂരിറ്റി മോഡൽ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇ ഗവേണൻസിൻ്റെ ഭാഗമായിക്കൊണ്ട് ചെയ്യുന്ന ചില പ്രവൃത്തികളുണ്ട്. സോ ഇ ഗവേണൻസ് സിസ്റ്റം ആർ ടു പ്രൊവൈഡ് യൂസേഴ്സ് വിത്ത് ടൂൾ ലൈക്ക് എ സെർച്ച് എഞ്ചിൻ പ്രൊവൈഡ് ചെയ്യുന്നു, ഫോംസും ഡോക്യുമെൻറ്റ്സും ഒക്കെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു, ഇമെയിൽ ഫെസിലിറ്റി ഫോർ കോൺടാക്റ്റിംഗ് ദ കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാനായിട്ടുള്ള ഇമെയിൽ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. ഇതൊക്കെ എന്ന് പറയുന്നത് ഇ ഗവേണൻസ് മെച്യൂരിറ്റി മോഡലിൻ്റെ ഏത് ഭാഗത്താണ് വരുന്നത് എന്നുള്ളതാണ്. അപ്പം ഇ ഗവേണൻസ് മെച്യൂരിറ്റി മോഡൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ഇ ഗവേണൻസ് പ്രോസസ്സ് അഡോപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും ഇനീഷ്യൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഗവൺമെൻറ് എന്ത് ചെയ്യുകയാണ്? കുറേയധികം ഡേറ്റാസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക, അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റിയിട്ട് വായിച്ച് നോക്കാൻ, അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്നൊക്കെ വായിച്ച് നോക്കുക. അപ്പോൾ ഡേറ്റ ഡിസമിനേഷൻ, ജനങ്ങൾക്ക് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നതാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? ജനങ്ങളുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഇൻ്ററാക്ഷൻ ലെവലിലാണ് എന്ത് പറയുന്നത്? ഈ പറയുന്നത് പോലെ കമ്മ്യൂണിക്കേഷനൊക്കെ പോസിബിൾ ആവുന്നത്. അങ്ങനെ തുടങ്ങിയിട്ട് ഇപ്പോൾ ഇമെയിൽ അയക്കുക, ആ ഫെസിലിറ്റീസ് ഒക്കെ വരുന്നത് ഇൻ്ററാക്ഷൻ ലെവലാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ട്രാൻസാക്ഷൻ ലെവലാണ്, അതായത് പേയ്മെൻറ്റ് സിസ്റ്റം, സർവീസ് ഡെലിവറിയാണ്, പേയ്മെൻറ്റ് സിസ്റ്റംസ് പ്രൊവൈഡ് ചെയ്യുന്നു, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. അതിൻ്റെ ഏറ്റവും അവസാനം വരുന്ന, അതായത് ഇ ഗവേണൻസിൻ്റെ ഏറ്റവും ടോപ്പ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ട്രാൻസ്ഫോർമേഷനാണ്. അതായത് ഇപ്പം പല സർവീസുകൾ പല സിസ്റ്റം വഴി, പല ആപ്ലിക്കേഷൻ വഴിയൊക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്ന പല സർവീസുകളെല്ലാം കൂടി ഏകോപിപ്പിച്ച് ഒരിടത്ത് കൊണ്ടുവരുന്നു. അതേപോലെ തന്നെ എന്താണ്? ഒരു സിറ്റിസണിന് ഒരു ലോഗിൻ ഐ ഡി എന്നുള്ളൊരു രീതി. അപ്പോൾ അയാളുടെ ഫുൾ ഡേറ്റ അതിനകത്തുണ്ടാകും. സോ അയാൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവും? മെസ്സേജസ് ചെയ്യലും, പേയ്മെൻറ്റ് അടയ്ക്കാൻ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. ഇതെല്ലാം കൂടി ചെയ്തിട്ട് ഒരു കോമൺ സെൻറ്ററിലേക്ക് ഇതെല്ലാം കൂടി ഒരുമിച്ച് വരുന്നു. അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഇതൊരു ട്രാൻസ്ഫോർമേഷൻ ലെവലിലേക്ക്, അതിൻ്റെ ഏറ്റവും മികച്ച രീതിയിൽ ഇത് ഉപയോഗിക്കുന്ന ഒരു ലെവലിലേക്ക് പോകും. സോ അതാണ് എന്തെന്ന് പറയുന്നത്? ട്രാൻസ്ഫോർമേഷൻ ലെവൽ എന്ന് പറയുന്നത്. അങ്ങനെ പല തട്ടുകളിലായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഗവേണൻസിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ്, ആ ഒരു മെച്യൂരിറ്റി സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളതിൽ ഏതാണ്? ഇവിടെ പറഞ്ഞിട്ടുള്ള എന്താണ്?
നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുമല്ല, ഇൻറ്ററാക്ഷൻ ലെവലാണ് അല്ലേ. സെർച്ച് എഞ്ചിൻ വഴിയിട്ട് ഇൻറ്ററാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഫോം ഡൗൺലോഡ്സും മറ്റു കാര്യങ്ങളും ചെറിയ രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ദെൻ ഇമെയിൽ ഫെസിലിറ്റി കൊണ്ട് കോൺടാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിന്. അപ്പോൾ ഇത് ഓഫ് കോഴ്സ് എന്തായിരിക്കും, ഒരു ഇൻറ്ററാക്ഷൻ ലെവൽ ഓഫ് ഇ ഗവേണൻസ് മെച്യൂരിറ്റി മോഡൽ അല്ലെങ്കിൽ മെച്യൂരിറ്റി ലെവലാണ് എന്തെന്ന് പറയുന്നത് ഈ പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻകറക്റ്റ് അബൌട്ട് അക്ഷയ പ്രൊജക്റ്റ് ഇൻ കേരള. അക്ഷയ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ഇൻകറക്റ്റ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ കീവേഡ് എന്ന് പറയുന്നത്. കറക്റ്റ് നോക്കി പോവരുത് എന്നുള്ളതാണ്. പിന്നെ ഇങ്ങനെ കൊടുത്തത് കൊണ്ട് എന്താണ്, ഒന്നിൽ കൂടുതൽ കറക്റ്റ് ആൻസർ വരും, അപ്പം തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് അക്ഷയ പ്രൊജക്റ്റ് വാസ് ലോഞ്ച്ഡ് ടു ഇമ്പാർട്ട് ഇ ലിറ്ററസി ഇൻ ദ സ്റ്റേറ്റ്. ഇ ലിറ്ററസി ഇമ്പാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളതെന്നാണ് പറയുന്നത്. ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. ഗവൺമെൻറ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഇ ലിറ്ററസി ഇമ്പാർട്ട് ചെയ്യുക എന്നുള്ളതും എന്താണ് അതിൻ്റെ ലക്ഷ്യങ്ങളിലൊന്നാണ്. നെക്സ്റ്റ്, അക്ഷയ പ്രൊജക്ട് ഫോക്കസസ് ഓൺ ബെറ്റർ സിറ്റിസൺ അഡ്മിനിസ്ട്രേഷൻ പാർട്ണർഷിപ്പ് ത്രൂ ഇംപ്രൂവ്ഡ് സർവീസ് ഡെലിവറി. സോ സിറ്റിസൺ അഡ്മിനിസ്ട്രേഷൻ പാർട്ണർഷിപ്പ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളത്, കുറച്ചുകൂടെ ബെറ്റർ ആക്കുക എന്നുള്ളത് ത്രൂ ഇംപ്രൂവ്ഡ് സർവീസ് ഡെലിവറി മികച്ചതാക്കിക്കൊണ്ട് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ശരിയായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്, തെറ്റാണെന്ന് പറയാൻ പറ്റത്തില്ല. എന്താണ് കേൾക്കുമ്പോൾ തന്നെ എന്താണ് വലിയ രീതിയിലുള്ള തെറ്റാണോ എന്ന് നമുക്കിപ്പോൾ അറിയത്തില്ലെങ്കിൽ പോലും എന്താണ് ഡൗട്ട് ഉണ്ടെങ്കിൽ പോലും എന്താണ് തെറ്റുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റാത്തൊരു സ്റ്റേറ്റ്മെൻറ്റാണ്, കൃത്യമായിട്ട് അറിയത്തില്ലെങ്കിൽ പോലും. നെക്സ്റ്റ്, അക്ഷയ പ്രൊജക്ട് വാസ് ഫസ്റ്റ് ലോഞ്ച്ഡ് ഇൻ മലപ്പുറം ഡിസ്ട്രിക്റ്റ്. മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് ആദ്യം ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളതെന്നാണ്. ഫാക്ട് ബേസ്ഡ് ആയിട്ട് വരികയാണ്, അതുകൊണ്ട് തെറ്റാനും ശരിയാവാനും ഒക്കെ ഉള്ളൊരു സാധ്യതയുണ്ടല്ലോ. അപ്പോൾ അതിൽ കൃത്യം മലപ്പുറം ആണെന്ന് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ എന്താണ് ഈ ഉത്തരം നമുക്ക് ശരിയാണോ തെറ്റാണോ എന്നുള്ള കൺഫ്യൂഷൻ വരും ഈ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പം ഇത് പൈലറ്റ് പ്രൊജക്റ്റായിട്ട് ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലായിരുന്നു, അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. ദെൻ എന്താണ് 2003 പൈലറ്റ് ഇംപ്ലിമേഷൻ വന്നതെന്നുള്ളതാണ്. 2002 എന്തെന്ന് പറയുന്നത് അക്ഷയ പ്രൊജക്റ്റ് ലോഞ്ച് ചെയ്തത്. ഓക്കെ, ഇനാഗുറേറ്റഡ് ബൈ ശ്രീ APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാം 2002 മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ ഒരു പൈലറ്റ് പ്രൊജക്റ്റായിട്ടാണ് അക്ഷയ പ്രൊജക്റ്റ് വന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് തെറ്റാണ്. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ ഡി. നെക്സ്റ്റ്, നെയിം ദി ആൻഡ്രോയിഡ് ആപ്പ് ലോഞ്ച്ഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് കേരള എയിംഡ് അറ്റ് ഡയഗ്നൈസിങ് ആൻഡ് കൺട്രോളിംഗ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് അമംഗ് ദ പീപ്പിൾ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് കേരള. ശൈലി ആപ്പാണ്, അത് പഠിക്കുന്നതാണ് നമ്മളെല്ലാവരും. ശൈലി ആപ്പ് എന്ന് പറയുന്നത്. അപ്പം ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനെ പറ്റിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം വേറെ ഇപ്പം ഈ സ്കീമുകളൊന്നും അല്ല ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഇത് കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആൻസർ ഈസ് ശൈലി ആപ്പ്. ഇറ്റ് ഈസ് ദ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ലോഞ്ച്ഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് കേരള എയിംഡ് അറ്റ് ഡയഗ്നൈസിങ് ആൻഡ് കൺട്രോളിംഗ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കൺട്രോൾ ചെയ്യുന്നതിനും ഡയഗ്നൈസ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് കേരള ഗവൺമെൻറ് പുറത്തിറക്കിയിട്ടുള്ള ആപ്ലിക്കേഷനാണ് ശൈലി ആപ്പ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് മെക്കാനിസം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് കേരള which provides citizens the opportunity to pay all taxes and other financial dues to government. ഇതൊരു ഗവൺമെൻറ് ഗവേണൻസ് ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റിലേക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ളത്, ഗവൺമെൻറ്റിലേക്കുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഡ്യൂസ് ഉണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ ടാക്സുകളും ഒക്കെ പേ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കേരള ഗവൺമെൻറ് ലോഞ്ച് ചെയ്തിട്ടുള്ള ഗവേണൻസ് ഇനിഷ്യേറ്റീവ്സ് എന്താണ് എന്നുള്ളതാണ്. ഫ്രണ്ട്സ് ഇനിഷ്യേറ്റീവ്സ് അല്ലേ, നിങ്ങൾ ആരെങ്കിലുമൊക്കെ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടാവും നേരത്തെയൊക്കെ. ഫ്രണ്ട്സ് ഇനിഷ്യേറ്റീവ്സ് എന്ന് പറയുന്ന ഒരു പേയ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സിസ്റ്റമായിരുന്നു. ഇപ്പോൾ അക്ഷയ കേന്ദ്രം പോലെ തന്നെയുള്ളൊരു സർവീസ് സെൻറ്റർ ആയിരുന്നു അതെന്ന് പറയുന്നത്. അപ്പം ഫ്രണ്ട്സ് ഇനിഷ്യേറ്റീവ് ആണ് അതെന്ന് പറയുന്നത്. പിന്നെ ഇൻഫർമേഷൻ കേരള മിഷൻ എന്ന് പറയുന്നത് ഒരു നോഡൽ ഏജൻസിയാണ് ഇതിൻ്റെ ഈ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ലെവലിൽ ഗവേണൻസ് ഇനിഷ്യേറ്റീവ്സ് കൊണ്ടുവരുന്നത്. ദെൻ സ്പാർക്ക് എന്ന് പറയുന്നത് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നില്ല, MIS എക്സാമ്പിളാണ് സ്പാർക്ക് എന്ന് പറയുന്നത്. കേരളത്തിലുള്ള എംപ്ലോയീസിൻ്റെ എന്താണ് പേറോളും മറ്റ് കാര്യങ്ങളുമൊക്കെ ഓൺലൈനായിട്ട് മാനേജ് ചെയ്യുന്നൊരു സംവിധാനമാണ് സ്പാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, സോ കെ ബേസ് റാൻഡമായിട്ട് പിക്ക് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. സോ ഫ്രണ്ട്സ് ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ ട്രൂ അബൌട്ട് സാക്ഷം ആപ്പ് ലോഞ്ച്ഡ് ബൈ ദ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഇൻ കേരള to make elections more accessible and inclusive, ensuring the active participation of person with disabilities in election process can be used only by the existing PWD voters. ആ നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കൂട്ടത്തിൽ കേൾക്കുമ്പോൾ തന്നെ എന്താണ് ഡൗട്ട് അടിക്കാൻ സാധ്യതകളാണ്. കാരണം നിലവിലുള്ള പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആയിട്ടുള്ള ദിവ്യാംഗൻ പീപ്പിളിന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് എന്തായാലും എടുക്കത്തില്ലല്ലോ ആരും. സോ ഉറപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതും ഈ ഒള്ളി എന്നുള്ളൊരു വേർഡ് അത് കണ്ടുകൊണ്ട് കയറി എഴുതാനല്ല ഞാൻ പറഞ്ഞത്. ആ ഒരു എൻ്റയർ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന മെസ്സേജ് റോങ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എന്താണ് അത് തെറ്റാണ് എന്നുള്ളത് ഉറപ്പിക്കാൻ പറ്റും. സോ ഓപ്ഷൻ എയും എന്താണ് ഓപ്ഷൻ ഡിയും ഇതിൻ്റെ ഭാഗമല്ല എന്നുള്ളത്. പിന്നുള്ളത് 2 ഓപ്ഷനാണ് പറയുന്നത്. അപ്പോൾ സാക്ഷം ആപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഈ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആയിട്ടുള്ള ആളുകൾ, അപ്പോൾ അവർക്ക് ഇലക്ഷൻ പ്രോസസ്സിൻ്റെ ഭാഗം എളുപ്പമാക്കുക എന്നതിന് വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇത്.
സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ അല്ല, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പം അതും എന്താണ്, ഒന്നും അറിയാൻ വയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിലും എന്താണ് ഒരു വൈൽഡ് ഗസ് എടുക്കാൻ പറ്റും. കാരണം എന്താണ് 1, 2, 3 ഏതെങ്കിലും ഒരെണ്ണം എന്താണ് തെറ്റാവാനുള്ള സാധ്യതയുണ്ടെന്നറിയാം. അപ്പം ഇലക്ഷൻ മോർ അക്സസിബിൾ ആൻഡ് ഇൻക്ലൂസീവ് ആക്കാം എന്നുള്ളത്, ഓക്കെ, ഈ പറയുന്ന പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസിൻ്റെ പാർട്ടിസിപ്പേഷൻ കൂടുതൽ ഇൻക്ലൂസീവ് ആകുക എന്നുള്ളതാണ്. അവരെ കൂടി ഇൻക്ലൂഡ് ചെയ്യുക, എല്ലാവർക്കും അക്സസിബിൾ ആവുക എന്നുള്ളത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പറയാൻ പറ്റും ഇതൊരു റൈറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണെന്നുള്ളത്. ദെൻ എൻഷുറിങ് ദ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ഇൻ ഇലക്ഷൻ പ്രോസസ്. അതും എന്താണ്, ഇപ്പം ഈ സാക്ഷ്യമാപ്പിനെ പറ്റിയിട്ടൊരു ഐഡിയ ഉണ്ട്. ഇത് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസും ഇലക്ഷനുമായി ബന്ധപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ബൈ ഡിഫോൾട്ട് നമുക്ക് എന്താണ് ശരിയായിരിക്കാം എന്നുള്ളൊരു ധാരണ കിട്ടും. അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഡൗട്ട് വരും. പക്ഷേ ഈ ലോഞ്ച്ഡ് ബൈ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ എന്നുള്ളത് അങ്ങനെ ഒരു പ്രോസസ്സ് എന്തായാലും വരാനുള്ള സാധ്യത കുറവാണല്ലോ എന്നുള്ളതും, പിന്നെ ഒൺലി ഫോർ എക്സിസ്റ്റിംഗ് എന്ന് പറയുന്നത് എന്താണ് ഇത് തെറ്റാവാനുള്ളൊരു സാധ്യതയുമുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2 and 3 ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ എന്ന് എടുക്കാൻ പറ്റും. ഇനി ഒരു രീതിയിലും ഈ ചോദ്യമായിട്ട് ഒരു ബന്ധവുമില്ല, ഈ സാക്ഷ്യമാപ്പിനെ പറ്റിയിട്ട് കേട്ടിട്ട് പോലും ഇല്ലാത്ത ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഈ 4 സ്റ്റേറ്റ്മെൻറ്റുകൾ വായിക്കുമ്പോഴും അതിനകത്ത് എന്താണ് ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണെന്നുള്ളതും ഇലക്ഷൻ ഇൻക്ലൂസീവും അക്സസിബിളും ആക്കാനുള്ള സാധ്യതയുണ്ടെന്നുള്ളതും, പിന്നെ 2 തവണ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസിൻ്റെ 2 കാര്യം പറഞ്ഞതുകൊണ്ട് ഈ പറയുന്നതിൽ എന്താണ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ഉണ്ട്, ഇലക്ഷൻ ഇൻക്ലൂസീവ് ആക്കാം, ഇലക്ഷൻ കമ്മീഷൻ ആയിരിക്കണം ഇത് കൊണ്ടുവന്നത്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു ജനറൽ ഐഡിയ നമുക്ക് ഉറപ്പിച്ചെടുക്കാൻ പറ്റും. കാരണം 2 തവണ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസിനെ പറ്റിയിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തോ ഒരു കാര്യമാണെന്നും ഉറപ്പിക്കാൻ പറ്റും. ഇതൊക്കെ ആ സമയത്ത് നിങ്ങളുടെ തലയിൽ വർക്കൗട്ട് ആകുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നമ്മൾ ആദ്യമായിട്ട് കാണുമ്പം ഈ 4 സ്റ്റേറ്റ്മെൻറ്റുകൾ ഉള്ളതുകൊണ്ടും ഇങ്ങനെ റിപ്പീറ്റഡായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നത് കൊണ്ടും തെറ്റേതാണ് ശരിയേതാണ് എന്നുള്ളതിലേക്ക് നമുക്ക് എത്തുന്നതിന് മുമ്പ് ഒന്നും അറിയാൻ വയ്യാത്ത ഒരാളിന് എന്താണ് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസുമായി ബന്ധപ്പെട്ട് പിന്നെന്താണ് ഇലക്ഷൻ കുറച്ച് ഇമ്പ്രൂവ് ചെയ്യുന്നതിൻ്റെ ലക്ഷ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്നൊക്കെ നമുക്ക് ഒരു ധാരണ കിട്ടും. പിന്നെ നമ്മളൊന്ന് നന്നായിട്ടൊന്ന് തറവായിട്ടൊന്ന് ചെക്ക് ചെയ്യുമ്പോൾ എന്താണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഇത് കൊണ്ടുവരേണ്ടത്. ഇലക്ഷൻ ഇൻക്ലൂസീവ് ആൻഡ് അക്സസിബിൾ ആക്കാൻ പറ്റും ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ then എന്താണ് അവരുടെ പാർട്ടിസിപ്പേഷൻ എൻഷുർ ചെയ്യുക വഴിയാണ് ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഒൺലി ബൈ എന്ന് പറയുന്നത് ആദ്യമേ തന്നെ നമുക്ക് പറയാൻ പറ്റും എന്താണ് അങ്ങനെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു യൂസറിന് വേണ്ടിയിട്ട് മാത്രമല്ല അത് വരുന്നത് എന്നുള്ളത്. അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ എന്താണ് കുറച്ച് സിമ്പിളായിട്ടാണ് സ്റ്റേറ്റ്മെൻറ്റുകൾ ഫ്രെയിം ചെയ്തിട്ടുള്ളത്. സോ ഓപ്ഷൻ സി 2 and 3 is the correct answer. ഞാനത് അപ്രോച്ച് ചെയ്യേണ്ട ഒരു രീതിയാണ് പറഞ്ഞു തന്നത്. നമ്മൾ എക്സാമിൽ PYQസും അതേപോലെ തന്നെ ടെസ്റ്റ് സീരീസ് പ്രോഗ്രാമൊക്കെ എടുക്കുന്ന സമയത്ത് പുതിയ ക്വസ്റ്റ്യൻസ് ഒരുപാട് കാണാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിൽ അപ്രോച്ച് എടുത്തു കഴിഞ്ഞാൽ അറിയാൻ വയ്യാത്ത ചോദ്യങ്ങളും ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ഈ ചോദ്യം അങ്ങനെ ഫ്രെയിം ചെയ്തിട്ടുള്ളൊരു ചോദ്യമായതുകൊണ്ട് അങ്ങനെ എത്താൻ പറ്റും എന്നുള്ളതാണ്. എല്ലാ ചോദ്യത്തിലും ചിലപ്പോൾ എന്താണ് ഇത് നടക്കണമെന്ന് നിർബന്ധമില്ല. ബെറ്റർ നമ്മളെന്താണ് അതിനെ പറ്റിയിട്ട് ഒരു ഐഡിയ എങ്കിലും ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഉത്തരത്തിലോട്ട് എത്താനും പറ്റും. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ കറക്റ്റ് റിഗാർഡിങ് E7? സോ E7 നമ്മൾ കണ്ടായിരുന്നല്ലേ. E7 എന്ന് പറയുന്നത് ഗവൺമെൻറ് സർവീസുകളെല്ലാം കൂടി എന്ത് ചെയ്യുക, ഓൺലൈൻ സർവീസുകളെല്ലാം കൂടി ഒറ്റ പോർട്ടലിൽ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് E7 കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മൊബൈൽ വെർഷനാണ് M7 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 2 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണെന്ന് പറയാൻ പറ്റും. then എന്താണ് ഓൺഡ് ബൈ കേരള സ്റ്റേറ്റ് IT മിഷൻ, KSITM ആണ്. അതായത് ഗവേണൻസ് ഇനിഷ്യേറ്റീവ്സിൻ്റെ നോഡൽ ഏജൻസി എന്ന് പറയുന്നത് എന്താണ് ഇലക്ട്രോണിക്സ് ആൻഡ് IT ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന കേരള സ്റ്റേറ്റ് IT മിഷനും ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലാണെന്നുണ്ടെങ്കിൽ എന്താണ് ഇൻഫർമേഷൻ കേരള മിഷനുമാണ് അത് വരുന്നത്. അപ്പോൾ എല്ലാം എന്താണ് E7 എന്ന് പറയുന്നതും ഇറ്റ് ഈസ് ഓൺഡ് ബൈ KSITM. അപ്പോൾ അതും ശരിയാണ്. മലയാളം എനേബിൾഡ് ആണ് എന്നുള്ളത് അതും ശരിയായിട്ടുള്ള കാര്യമാണ്. മലയാളം ലാംഗ്വേജ് കൂടി എനേബിൾഡ് ആയിട്ടുള്ളതാണ് ഇതിൻ്റെ അണ്ടറിൽ വരുന്നത്. സോ ഓൾ ഓഫ് ദി എബോവ് ആണ് കറക്റ്റ് ആൻസർ. 4 സ്റ്റേറ്റ്മെൻറ്റുകളും ശരിയാണ്. ഓൾ ഓഫ് ദി എബോവ് ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, ദ നെറ്റ്വർക്ക് ഓഫ് ഇഫക്റ്റീവ് കോമൺ സർവീസ് സെൻറ്റേഴ്സ് envisioned to deliver a multitude of government to citizen, government to business as well as business to citizen services to the public under a single roof in Kerala. അപ്പം ഒരു കോമൺ സർവീസ് സെൻറ്ററിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അക്ഷയ ഫ്രണ്ട്സിലേക്ക് നമ്മളത് ഗവേണൻസ് അല്ലെന്നുള്ള കാര്യം ആദ്യമേ തന്നെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ഡിസ്ട്രിക്റ്റ് എന്താണെന്നുള്ളതും നമുക്കറിയാം. ഡിസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ട്രിക്ട് ലെവലിൽ ഇതൊരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. കേരളത്തിലും അത് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഗവേണൻസ് ഇനിഷ്യേറ്റീവ്സ് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗവേണൻസ് പ്ലാറ്റ്ഫോമാണെന്ന് പറഞ്ഞാൽ ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്നത്. കുറേയധികം കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് വരുന്നുണ്ട്. ദെൻ അതൊരു കോമൺ സർവീസ് സെൻറ്റർ ഫെസിലിറ്റി അല്ല അതിനകത്ത് വരുന്നത്. ഒരു കിയോസ്കോ ഒന്നും ഉണ്ടാകത്തില്ല. അപ്പം ഒരു സെൻറ്റർ ഉണ്ടാകത്തില്ല. അക്ഷയ ഫ്രണ്ട്സ് ആണ് അതിനകത്ത് വരുന്നത്. അതിൽ ഫ്രണ്ട്സ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, അതൊരു പേയ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ഗവൺമെൻറ് സിറ്റിസൺ, ഗവൺമെൻറ് ടു ബിസിനസ്, ദെൻ ബിസിനസ് ടു സിറ്റിസൺ സർവീസുകളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് പറയുന്നത് ഇത് ആക്ച്വലി അക്ഷയയുടെ വിഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അണ്ടറിൽ കൂടി പറയുന്ന ഒരു കാര്യമാണ്.
അപ്പം അതറിയാമായിരുന്നുണ്ടെങ്കിൽ അക്ഷയയുടെ ആ ഒരു വെബ്സൈറ്റിലൂടെ ഒന്ന് കയറി പോകാമായിരുന്നുണ്ടെങ്കിൽ അക്ഷയ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ പഠിക്കുമ്പോൾ അത് കൂടിയിട്ടൊന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. സോ അക്ഷയ സെൻറ്ററാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അക്ഷയ, ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, മാച്ച് ദ ഫോളോയിങ്. ഇമ്പാക്റ്റ് കേരള കമ്പനി ഫോർ അസറ്റ് ക്രിയേഷൻ, JNRUM, കില, സുലേഖ തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത്. റൈറ്റ് സൈഡിൽ പ്ലാൻ മോണിറ്ററിംഗ് സോഫ്റ്റ്വെയർ, സസ്റ്റൈനബിൾ അർബൻ ഇൻഫ്രാസ്ട്രക്ചർ സർവീസ്, കപ്പാസിറ്റി ബിൽഡിംഗ് ഫോർ ലോക്കൽ ഗവർണൻസ് എന്നാണ്. കില മീൻസ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഓഫ് കോഴ്സ് എന്താണ്, കപ്പാസിറ്റി ബിൽഡിംഗ് ഫോർ ലോക്കൽ ഗവർണൻസ് ആണ്. സോ 3D വരുന്ന ഓപ്ഷൻ ഏതുണ്ടെന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ 3D വരുന്ന 3 എണ്ണം ഉണ്ട്. അപ്പോൾ ഇതിനെ കട്ട് ചെയ്ത് കളയുക, അത്രയായല്ലോ. സോ നെക്സ്റ്റ് ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ അറിയാവുന്ന ഏതെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അതിലിപ്പോൾ എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ എനിക്കിപ്പം സുലേഖ എന്ന് പറയുന്നത്, അതായത് സുലേഖ, സുഗമ, സാഖ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേയധികം ഇനിഷ്യേറ്റീവ്സ് ഉണ്ട്. അതെല്ലാം എന്താണ്, ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ ഇംപ്ലിമെൻറ്റേഷനുമായിട്ട് അതിൻ്റെ ഇ ഗവേണൻസ് ഇംപ്ലിമെൻറ്റേഷനാണ് അതിൻ്റെ സർവീസ് ഡെലിവറി ഇമ്പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സുലേഖ പ്ലാൻ മോണിറ്ററിംഗ് സോഫ്റ്റ്വെയർ ആണെന്ന് അറിയാൻ പറ്റും, പഠിക്കേണ്ടതാണ് നമ്മളത്. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ JNURM, ജവഹർലാൽ നെഹ്റു നാഷണൽ അർബൻ റിന്യൂവബിൾ മിഷൻ എന്ന് പറയുന്ന സംഗതി കേട്ടിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ. ഇത് ഇപ്പം അർബൻ സിറ്റി സർക്കിളിലൊക്കെ ജീവിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ KSRTC പ്രൊവൈഡ് ചെയ്യുന്ന ചില ബസ്സുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് അറിയത്തില്ല, JNURMൻ്റെ ഒരു ലോഗോ ഒക്കെ അടിച്ചിട്ടുമൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് അർബൻ ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ടാണെന്നുള്ളത് ആ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും. അർബൻ ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നുള്ളത്. അപ്പോൾ 2C ആണെന്നുള്ളതും അങ്ങനെ വേണമെങ്കിൽ കിട്ടാവുന്നൊരു കാര്യമാണ്. അന്നേരവും കൺഫ്യൂഷനുണ്ട്. പിന്നെ എന്താണ് 1A4 അതുമായിട്ട് ഇമ്പാക്റ്റ് കേരളയും സുലേഖയും എന്താണെന്നുള്ളത്. സുലേഖ എന്ന് പറയുന്നത് പ്ലാൻ മോണിറ്ററിംഗ് സോഫ്റ്റ്വെയർ ആണ്. പ്ലാൻ മോണിറ്ററിംഗ് സോഫ്റ്റ്വെയർ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ അണ്ടറിൽ പ്ലാൻ പ്രോസസ്സുകളൊക്കെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് സുലേഖ എന്ന് പറയുന്നത്. ദെൻ ഇമ്പാക്റ്റ് കേരള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി ഫോർ അസറ്റ് ക്രിയേഷൻ ആണ്. അതും ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലാണ് വരുന്നത്. അവിടെ ഇൻഫ്രാസ്ട്രക്ചറൽ ആക്ടിവിറ്റീസ്, അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പം സീവേജ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള കാര്യമല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളൊരു കമ്പനിയാണ്. ഇപ്പോൾ കിഫ്ബിയുടെ അണ്ടറിൽ നിന്നുള്ള ഫണ്ട് കളക്ട് ചെയ്തുകൊണ്ട് ഇൻഫ്രാസ്ട്രക്ചറൽ ആക്ടിവിറ്റീസ് നടപ്പിലാക്കുന്ന ഒരു കമ്പനിയാണ് എന്തെന്ന് പറയുന്നത് ഇമ്പാക്റ്റ് കേരള എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ എന്താണ്, 1A വന്നപ്പോൾ തന്നെ എന്താണ്, അത് അറിയാമായിരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആദ്യമേ ഉത്തരം എഴുതാൻ പറ്റിയാണ് കേട്ടോ. കിലയിലോട്ട് നമ്മൾ പോയതുകൊണ്ടാണ്. 1A അറിയാമായിരുന്നുണ്ടെങ്കിൽ വേറെ ഒന്നിലും എന്താണ് അത് കണക്റ്റ് ആവുന്നില്ല. സോ ഇമ്പാക്റ്റ് കേരള, ദെൻ JNRUM, 2C ആണ് വരുന്നത് സസ്റ്റൈനബിൾ അർബൻ ഇൻഫ്രാസ്ട്രക്ചർ, കില എന്ന് പറയുന്നത് കപ്പാസിറ്റി ബിൽഡിംഗ് ഫോർ ലോക്കൽ ഗവർണൻസ്, സുലേഖ എന്ന് പറയുന്നത് പ്ലാൻ മോണിറ്ററിംഗ് സോഫ്റ്റ്വെയർ ആണ്. സോ ഓപ്ഷൻ A ഈസ് ദ കറക്റ്റ് ആൻസർ. Next question, Dash is a unified mobile app developed by the Kerala State IT Mission that offers 100 e-services from 17 different state departments. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ 17 വിവിധ തരം ഡിപ്പാർട്ട്മെൻറ്റുകളിലെ 100 സർവീസുകൾ ഓൺലൈനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് ചോദിച്ചിട്ടുള്ളത്. കേരളം എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. സോ അതങ്ങനെ തന്നെ നമുക്ക് പഠിക്കാനുള്ളതാണ്. ഈ ഗവേണൻസ് ഇനിഷ്യേറ്റീവ്സിൻ്റെ അണ്ടറിൽ കേരളം ഈസ് ദ റൈറ്റ് ആൻസർ. ആൻഡ് അതോടൊപ്പം തന്നെ എന്താണ് മാപ്പത്തോൺ കേരളയെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഫ്ലഡ് സിറ്റുവേഷനൊക്കെ ഉണ്ടായതിന് ശേഷം നമുക്ക് വളരെ ലോക്കൽ ലെവലിലായിട്ട് എന്താണ് ലോക്കൽ മാപ്പുകൾ ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഇനിഷ്യേറ്റീവാണ് മാപ്പത്തോൺ കേരള എന്ന് പറയുന്നത്. നമുക്കും ഉണ്ടാക്കാം നമ്മുടെ ഭൂപടം എന്നൊരു ടാഗ് ലൈൻ, ലെറ്റസ് മേക്ക് അവർ മാപ്സ് എന്നുള്ള രീതിയിൽ NSS വോളണ്ടിയേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു മൊബൈലും അല്ലെങ്കിൽ ഒരു സിസ്റ്റവുമുള്ള ആർക്കും എന്താണ് അതിനകത്തേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു രീതിയിലാണ്. മീൻസ് അതിന് വേണ്ടിയിട്ടുള്ള ടെക്നിക്കലായിട്ടുള്ള ഗൈഡൻസും മറ്റും പ്രൊവൈഡ് ചെയ്യും സ്കൂൾ കോളേജ് ലെവലിലായിട്ട്. ദെൻ എന്താണ് ഈ ലോക്കൽ ലെവലിൽ ഇപ്പോൾ ഒരു ഹോസ്പിറ്റലാണെന്നുണ്ടെങ്കിലും ഏറ്റവും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു രീതിയിൽ റോഡുകളെ പറ്റിയിട്ടും നെറ്റ്വർക്കുകളൊക്കെ പറ്റിയിട്ടുമൊക്കെ ഉള്ള മാപ്പ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മാപ്പത്തോൺ കേരള ഇനിഷ്യേറ്റീവിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ദെൻ SMS എന്ന് പറയുന്ന ഒരു SMS ഗേറ്റ് വേ സിസ്റ്റമാണ്. വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഈ സർവീസ് ഡെലിവറിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള SMS ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നതിനുള്ളൊരു SMS ഗേറ്റ് വേ സിസ്റ്റമാണ് SMS എന്ന് പറയുന്നത്. ദെൻ GIMS എന്ന് പറയുന്നത് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിൽ ഗവൺമെൻറ് പേയ്മെൻറ്റുകളും മറ്റുമൊക്കെ എന്താണ് പ്രോപ്പറായിട്ട് അക്കൗണ്ടിങ്ങും ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സിസ്റ്റമാണ് GIMS എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് കേരളമാണ്. കേരളം. നെക്സ്റ്റ്, വിച്ച് അമംഗ് ദ ഫോളോയിങ് പ്രോഗ്രാംസ് ആൻഡ് ദെയർ പർപ്പസ് ഈസ് ഓർ ആർ മാച്ചിങ്? സുലേഖ, സഞ്ജയ, സുഗമ, സജിത്ര തുടങ്ങിയ കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഇത് പലതും എന്താണ് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന സോഫ്റ്റ്വെയറുകളും മറ്റുമാണ്.
അപ്പോൾ ഇത് കുറേയധികം പഴയതുമൊക്കെയാണ്, പക്ഷേ എന്നിരുന്നാലും എന്താണ് നമുക്ക് പഠിക്കാനുണ്ട്, സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ വരുന്നതാണ്. അപ്പോൾ അതിൽ ഈ എസ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സുലേഖ, സഞ്ജയ, സുഗമ, സചിത്ര, സാഖ്യ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വൺ സുലേഖ എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്ലാൻ മോണിറ്ററിങ് ഫോർ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് അറ്റ് ലോക്കൽ ലെവൽ. ഇപ്പം ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ പ്ലാൻ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ സ്ലം ഡെവലപ്മെൻറ്റ് പ്ലാൻ അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള ഓരോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് എന്തെന്ന് പറയുന്നത് സുലേഖ എന്ന് പറയുന്നത്. സഞ്ജയ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റവന്യൂ ആൻഡ് ലൈസൻസിങ് സിസ്റ്റം ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്. ഇപ്പം റവന്യൂവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നമ്മളൊരു പ്രോപ്പർട്ടി ടാക്സ് പേ ചെയ്യുന്ന അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. അതോടൊപ്പം തന്നെ എന്താണ് ഇപ്പം ഏതെങ്കിലും ഒക്കെ ഹാള് ബുക്ക് ചെയ്യുക, ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്നത് ക്രെമിറ്റോറിയം അല്ലെങ്കിൽ ആംബുലൻസ് അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള വാട്ടർ ബില്ല് പേ ചെയ്യുക തുടങ്ങിയൊക്കെ ഈ സഞ്ജയ് വഴി ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. സോ പ്രധാനമായിട്ടും എന്താണ് ഈ പ്രോപ്പർട്ടി ടാക്സ് അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് റവന്യൂവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന സോഫ്റ്റ്വെയർ ആണ് സഞ്ജയ എന്ന് പറയുന്നത്. സുഗമ എന്ന് പറയുന്നത് കോസ്റ്റ് എസ്റ്റിമേഷൻ ടൂൾ ഫോർ പബ്ലിക് വർക്ക്. അതായത് സുഗമയുടെ പേരിൽ ആക്ച്വലി 2 കാര്യങ്ങൾ വരുന്നുണ്ട്. ഈ ഇൻഫർമേഷൻ കേരള മിഷൻ്റെ അണ്ടറിൽ LSGIയുടെ അണ്ടറിൽ വരുന്നതെന്ന് പറയുന്ന സുഗമയാണ് കോസ്റ്റ് എസ്റ്റിമേഷൻ ടൂൾ ഫോർ പബ്ലിക് വർക്ക് എന്ന് പറയുന്നത്. നമുക്കിപ്പം പബ്ലിക് വർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾക്ക് ടെൻഡർ ഡീറ്റെയിൽസും അതിൻ്റെ കാര്യങ്ങളുമൊക്കെ കളക്ട് ചെയ്ത് റെക്കോർഡ്സ് കീപ്പ് ചെയ്യുക, പിന്നെ അതേപോലെ തന്നെ എത്രത്തോളമായിരിക്കും ആ വർക്കിൻ്റെ കോസ്റ്റും കാര്യങ്ങളും എന്നൊക്കെയുള്ള കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് സുഗമ എന്ന് പറയുന്നത്. ഇതേ സുഗമ എന്ന പേരിൽ തന്നെ നമുക്ക് കേരള സ്റ്റേറ്റ് IT മിഷൻ്റെ അണ്ടറിലും വരുന്നുണ്ട്. അത് റോഡ് കട്ടിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് പെർമിഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ഇപ്പം ഇലക്ട്രിസിറ്റി അതിൻ്റെ ആവശ്യമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വാട്ടർ പൈപ്പ് ലൈൻ മറ്റുമൊക്കെ ആയിട്ട് വേണ്ടിയിട്ട് റോഡ് കട്ട് ചെയ്യേണ്ട സാഹചര്യം വരുമ്പം അതിന് എന്ത് ചെയ്യുക, അനുമതി പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നൊരു കാര്യം പ്രൊവൈഡ് ചെയ്യുന്നതിന് അത്തരത്തിലുള്ളൊരു ഒരു വെബ്സൈറ്റ് കൂടി ഉണ്ട്. അതും സുഗമ എന്ന പേരിലാണ് അറിയുന്നത്. അത് KSITMൻ്റെ അണ്ടറിൽ വരികയാണെന്നുണ്ടെങ്കിലാണ് അത് റോഡ് കട്ടിംഗ് ടൂൾ എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കോസ്റ്റ് എസ്റ്റിമേഷൻ ടൂൾ ഫോർ പബ്ലിക് വർക്കാണ്. ദെൻ സചിത്ര എന്ന് പറയുന്ന പേരിൽ 2 കാര്യമുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഒരു മാപ്പ്, ലോക്കൽ ഏരിയാസിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു മാപ്പാണ് സചിത്ര. മാപ്പ് സ്യൂട്ട് GIS ജോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റമാണ്. വേറൊന്നെന്ന് പറയുന്നത് അസറ്റ് രജിസ്റ്റർ ഫോർ ലോക്കൽ ഗവൺമെൻറ്. അതായത് ലോക്കൽ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള അസറ്റുകളെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് രജിസ്റ്റർ വരുന്നത് അതും സചിത്ര എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മാപ്പുമാണ് സചിത്രയുമാണ്. സോ ഇവിടെ 4 ഓപ്ഷൻസ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ 4 ഓപ്ഷൻസും ശരി തന്നെയാണ്. സോ ഓപ്ഷൻ D ഓൾ ആർ മാച്ചിങ് ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റ് സോഫ്റ്റ്വെയറുകളും എല്ലാം എന്ത് ചെയ്യുക, ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിക്കൊള്ളുക. റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. നെക്സ്റ്റ്, വിച്ച് അമംഗ് ദ ഫോളോവിങ് ഈസ് എ പൈനിയറിംഗ് ഗവേണൻസ് പ്രൊജക്ട് സെറ്റപ്പ് ബൈ ദ ഗവൺമെൻറ് ഓഫ് കേരള ഫോർ കമ്പ്യൂട്ടറൈസേഷൻ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് കേരള. LSGI ഇൻസ്റ്റിറ്റ്യൂഷൻസ് കമ്പ്യൂട്ടറൈസ് ചെയ്യുക എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏത് ഗവേണൻസ് പ്രൊജക്റ്റാണ് താഴെ പറയുന്നവയിലുള്ളതെന്നാണ്. അപ്പോൾ ഇൻഫർമേഷൻ കേരള മിഷനും കേരള സ്റ്റേറ്റ് IT മിഷനുമാണ് നമുക്കറിയാവുന്ന 2 കാര്യങ്ങൾ നമ്മൾ ഇതുവരെ കണ്ടുപോയത്. അതിൽ ലോക്കൽ സെൽഫ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് ഇൻഫർമേഷൻ കേരള മിഷൻ. ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അക്ഷയ സെൻറ്റർ എന്താണെന്ന് നമുക്കറിയാം. പിന്നെ എന്താണ് സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് എന്താണ്, ഇതൊരു വൈഡ് ഏരിയ നെറ്റ്വർക്കൊക്കെ എന്നൊക്കെ ലാൻഡ്മാനൊക്കെ അറിയാമല്ലോ. അപ്പോൾ കേരള സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളെ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വൈഡ് ഏരിയ നെറ്റ്വർക്കാണത്. അപ്പോൾ അത് രണ്ടുമല്ല. പിന്നെ എന്താണ് IT മിഷനാണോ ഇൻഫർമേഷൻ കേരള മിഷനാണോ? ഇത് കേരളത്തിലെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഇതെന്താണ് സ്പെസിഫിക് ടു ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ. സോ ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ദ ഗവൺമെൻറ് ഓഫ് കേരള ഹാസ് ഡെസിഗ്നേറ്റഡ് എ സെൻട്രലൈസ്ഡ് കേരള സർവീസ് പോർട്ടൽ കോൾഡ്, നമ്മൾ കണ്ടിരുന്നു, സേവനം എന്നുള്ളതാണ്. കേരളത്തിൻ്റെ അകത്തുള്ള കേരളത്തിലെ ഡിപ്പാർട്ട്മെൻറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകളെല്ലാം കൂടി ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് സേവനത്തിൻ്റെ അണ്ടറിലാണ് വരുന്നത്. ദെൻ മിത്രം ഒരു കോമൺ സർവീസ് സെൻറ്റർ എന്നുള്ളൊരു രീതിയിൽ അറിഞ്ഞു വെച്ചിരിക്കുക. ദെൻ സഞ്ജീവനി എന്ന് പറയുന്നത് എന്താണ് ടെലിമെഡിസിൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് വീട്ടിലിരുന്നുകൊണ്ട് നമുക്ക് മൊബൈലോ ലാപ്ടോപ്പോ ഉപയോഗിച്ചുകൊണ്ട് ഡോക്ടറെ കാണാം എന്ന് പറയുന്നൊരു ഫെസിലിറ്റി നാഷണൽ ഹെൽത്ത് മിഷൻ്റെ അണ്ടറിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ ഇത് ഇത്രയുമാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത്. ആൻഡ് സേവനം എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന ഗവൺമെൻറ് സർവീസുകളെല്ലാം ഒരു സെൻട്രലൈസ്ഡ് പോർട്ടലിലൂടെ അവൈൽ ചെയ്യുക എന്ന് പറയുന്നത്. ആപ്ലിക്കേഷൻസ് പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും കണ്ടില്ല എന്താണ് എന്നുള്ളത്. നെക്സ്റ്റ്, കുറച്ച് ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ്സ് തന്നിട്ടുണ്ട്. അത് ഏതൊക്കെ പ്രോഗ്രാംസ് ആണ് അതിൻ്റെ എന്നുള്ളത് മാച്ച് ചെയ്യുക എന്നുള്ളതാണ്. സോ ഫസ്റ്റ് വൺ ഈസ് നോളജ് ഇൻഫർമേഷൻ ഡെസിമിനേഷൻ. നോളജ് ഓർ ഇൻഫർമേഷൻ ഡെസിമിനേഷൻ എന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്നുള്ളതാണ്. സ്റ്റേറ്റ് ഡേറ്റാ സെൻറ്റർ ആണോ എന്നുള്ളത്, അക്ഷയ സെൻറ്റർ ആണോ എന്നുള്ളത്, K-ഫോൺ, സ്പാർക്ക്. അപ്പോൾ ഇതുമായിട്ട് നോക്കുമ്പം പെട്ടെന്ന് എന്താണ് ഒന്നുമായിട്ട് മാച്ച് ചെയ്യുന്നതാണ് തോന്നുന്നില്ല. പക്ഷേ അക്ഷയ സെൻറ്ററിൻ്റെ ഒരു കോമൺ സർവീസ് സെൻറ്റർ ആണെന്നുണ്ടെങ്കിലും അക്ഷയ സെൻറ്ററിൻ്റെ വിഷൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഇൻഫർമേഷൻ ഡെസിമിനേഷൻ എന്ന് പറയുന്നത്.
സോ അക്ഷയ സെൻറ്റർ ആണ് എന്തെന്ന് പറയുന്നത് 1B മാച്ച് ചെയ്യുന്നത്. ദെൻ സ്റ്റേറ്റ് ഡേറ്റാ സെൻറ്ററിൻ്റെ മിഷൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിട്ട് ഇ ഗവേണൻസ് ഡെലിവറി ചെയ്യുക, സർവീസസ് ഡെലിവറി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് സ്റ്റേറ്റ് ഡേറ്റാ സെൻറ്ററിൻ്റെ ഒരു മിഷനായിട്ട് പറയുന്നത്. സോ ഗവൺമെൻറ് ആണെങ്കിലും, ഗവൺമെൻറ് ബിസിനസ് ആണെങ്കിലും, ഗവൺമെൻറ് സിറ്റിസൺ സർവീസ് ആണെന്നുണ്ടെങ്കിലും, സോ ഡെലിവറി ഓഫ് ഇ ഗവേണൻസ് സർവീസ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഡേറ്റാ സെൻറ്ററിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഒരു ഡേറ്റാ റിപ്പോസിറ്ററിയാണ്, പക്ഷേ അതിൻ്റെ ലക്ഷ്യങ്ങളുടെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇ ഗവേണൻസ് സർവീസ് ഡെലിവറി വരുന്നുണ്ട്. ദെൻ ഇൻ്റഗ്രേറ്റഡ് പേഴ്സണൽ സർവീസ്, അതെന്താണ്, ഇവിടെ സ്പാർക്കാണ് റൈറ്റ് സൈഡിലുള്ളത്, പിന്നെ കെ ഫോണുമാണ് വരുന്നത്. കെ ഫോൺ എല്ലാവർക്കും അറിയാവുന്നതാണ്, ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കണക്ടിവിറ്റി ഇൻഫ്രാസ്ട്രക്ചറാണ് കെ ഫോൺ എന്ന് പറയുന്നത്. അപ്പം പിന്നെ വരുന്നത് സ്പാർക്ക്. അപ്പം സ്പാർക്ക് എന്ന് പറയുമ്പം കേരളത്തിൽ വർക്ക് ചെയ്യുന്ന, ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ എല്ലാം കൂടി ഡേറ്റ അടങ്ങുന്ന ഒരു മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റമാണ് സ്പാർക്ക് എന്ന് പറയുന്നത്. സോ ഇൻ്റഗ്രേറ്റഡ് പേഴ്സണൽ സർവീസസ് ആണ് അതിൽ പറയുന്നത്. പേ റോളും മറ്റു കാര്യങ്ങളുമൊക്കെ ആയിട്ടായിരിക്കും അതിൽ വരുന്നത്. സോ ഓപ്ഷൻ ഏതാണ്? 1B 2A. 1B വരുമ്പോൾ തന്നെ ആൻസർ വരും 1B 2A 3D ആൻഡ് 4C. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കോർ ഒബ്ജക്റ്റീവ് ഓഫ് കെ ഫോൺ? കെ ഫോണിൻ്റെ കോർ ഒബ്ജക്റ്റീവിൽ പെടാത്തത് ഏതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫൈബർ ഒപ്റ്റിക്സ് ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അപ്പം അതൊരു ഇൻഫ്രാസ്ട്രക്ചറാണ്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. സോ ക്രിയേഷൻ ഓഫ് എ കോർ നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചറാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ശരി തന്നെയാണ്, നമ്മൾ ഈ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. ഡിജിറ്റൽ ലിറ്ററസി ഇമ്പാർട്ട് ചെയ്യുക എന്നുള്ളത്, ഡിജിറ്റലി ലിറ്ററേറ്റ് ആക്കുന്നത്, നമ്മൾ ഫിസിക്കലി കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. അപ്പം എല്ലാവർക്കും കണക്ടിവിറ്റി ഉറപ്പാക്കുക, ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ്, ഫെസിലിറ്റീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുവഴി ഡിജിറ്റൽ ലിറ്ററസി കിട്ടും, പക്ഷേ എന്താണ്, ഒരു കോർ ഒബ്ജക്റ്റീവ് അല്ല അതെന്ന് പറയുന്നത്. സോ റെഡ്യൂസിങ് ഡിജിറ്റൽ ഡിവൈഡ്, എല്ലായിടത്തേക്കും എന്ത് ചെയ്യുക, ഈ ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുക വഴി എന്താണ്, എല്ലാവർക്കും ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് ആക്സസിബിലിറ്റി ഉണ്ടാകുന്നുണ്ട്. സോ ഡിജിറ്റൽ ഡിവൈഡ് കുറയ്ക്കാൻ സാധിക്കും. അതായത് ഡിജിറ്റൽ ഫെസിലിറ്റീസ് യൂസ് ചെയ്യുന്നവരും ചെയ്യാത്തവരും അങ്ങനത്തെ ഒരു വ്യത്യാസം സമൂഹത്തിൽ വരുന്ന ഒരു രീതി കുറച്ച് എല്ലാവരിലേക്കും തുല്യമായിട്ട് എത്തുന്നു എന്നുള്ളത്. സോ ഡിജിറ്റൽ ഡിവൈഡ് കുറയ്ക്കാൻ പറ്റുന്നു. ലാർജർ കണക്ടിവിറ്റി കൂടുതലായിട്ട് പോസിബിൾ ആവുന്നു എന്നുള്ളത്. ഇതെല്ലാം എന്താണ്, കെ ഫോണിൻ്റെ കോർ ഒബ്ജക്റ്റീവിൽ പെടുന്നതാണ്. ഡിജിറ്റൽ ലിറ്ററസി ഇമ്പാർട്ട് ചെയ്യുക എന്നുള്ളത് അതിൻ്റെ ഒരു കോർ ഒബ്ജക്റ്റീവിൽ പെടുന്നതല്ല. സോ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. Next, which of the following statements is or are correct relating to e-governance in the 11th report of Administrative Reforms Commission 2021? 2021 11th അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം കമ്മീഷൻ പറയുന്നത് പ്രകാരം താഴെ പറയുന്നവയിൽ ഇ ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നുള്ളതാണ്. സോ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒബ്ജക്റ്റീവ് ഓഫ് ഇ ഗവേണൻസ് ഈസ് ടു എക്സാമിൻ ദ പ്രോസസ് എഫിഷ്യൻസി ഓഫ് ഇ സർവീസ് പ്രൊവൈഡഡ് ബൈ ദി IT ഡിപ്പാർട്ട്മെൻറ്റ്. IT ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഇ സർവീസ് ഫെസിലിറ്റിയുടെ എഫിഷ്യൻസി എക്സാമിൻ ചെയ്യുക എന്നുള്ളതാണ് ഇ ഗവേണൻസിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇത് അങ്ങനെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. സെക്കൻഡ്, ദി എറ ഓഫ് ഇ ഗവേണൻസ് സ്റ്റാർട്ടഡ് ഇൻ ദ സ്റ്റേറ്റ് കേരള ഡ്യൂറിംഗ് ദി ഇയർ ഓഫ് 1999. തീർച്ചയായിട്ടും ശരിയാണ്. രണ്ട് നോഡൽ ഏജൻസീസ്, കേരള സ്റ്റേറ്റ് IT മിഷനും ഇൻഫർമേഷൻ കേരള മിഷനും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് വഴിയാണ് കേരളത്തിൽ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന തരത്തിലുള്ളൊരു ഇ ഗവേണൻസിൻ്റെ ഒരു സംഗതി സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ ഇലക്ട്രോണിക്സ് ആൻഡ് IT ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് ദ നോഡൽ മിനിസ്ട്രി. അതും ശരി തന്നെയായിട്ടുള്ള കാര്യമാണ്. ഫോർ ടേക്കിംഗ് ഡിസിഷൻസ് ഓൺ ഇ ഗവേണൻസ് ആൻഡ് ICT. സോ ഓൾ ഓഫ് ദി അബോവ്, ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, IT ആക്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം. സോ IT ആക്ട് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് 2000. IT ആക്ട് 2000 അല്ല, 2008 അമെൻമെൻറ്റ് വരുന്നു. 2000 എന്ത് ചെയ്യുന്നത്, IT ആക്ട് നിലവിൽ വരുന്നത്. ഇത് മൾട്ടിപ്പിൾ ടൈംസ് ചോദിച്ചിട്ടുണ്ട്, ഒരു തവണ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. Next, which section of the IT Act deal with the legal recognition of electronic records? IT ആക്ടിൻ്റെ ആദ്യത്തെ ചാപ്റ്ററുകളിൽ ഈ ഡിജിറ്റൽ സിഗ്നേച്ചറും ഇലക്ട്രോണിക് റെക്കോർഡുകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അതായത് നമ്മൾ പേപ്പറിൽ ഡോക്യുമെൻ്റ് ആക്കുന്നത് പോലെ തന്നെ എന്താണ്, ഇലക്ട്രോണിക് ഡോക്യുമെൻറ്റിൻ്റെ വാലിഡിറ്റി കൊണ്ടുവരുന്ന കാര്യമാണ് IT ആക്ടിൽ മെൻഷൻ ചെയ്യുന്നത്. സോ IT ആക്ടിൻ്റെ ഏറ്റവും ആദ്യ ഭാഗങ്ങളിലാണ് അത് മെൻഷൻ ചെയ്യുന്നത്. സെക്ഷൻ 43 എന്നും 66 എന്നൊക്കെ പറയുന്ന ഒഫൻസ് എന്ന് പറയുന്ന ഒരു ഏരിയയിലേക്ക് പോകും. സോ സെക്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. സെക്ഷൻ 4 ഡീൽസ് വിത്ത് ദ ലീഗൽ റെക്കഗ്നീഷൻ ഓഫ് ഇലക്ട്രോണിക് റെക്കോർഡ്സ്. നെക്സ്റ്റ്, IT ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് ഇൻ വിച്ച് ഇയർ? അതാണ് ചോദ്യം എന്ന് പറയുന്നത്. സോ നേരത്തെ നമ്മൾ കണ്ടിരുന്നു, IT ആക്ട് ഇനാക്ട് ചെയ്തത് 2000 കെയിം ഇൻ ടു ഫോഴ്സും 2000 തന്നെയാണ്. ജൂൺ 9 പാർലമെൻറ്റ് ഇനാക്ട് ചെയ്യുന്നത് 2000. അതേപോലെ തന്നെ എന്താണ്, ഒക്ടോബർ 17 ഇതെന്ത് ചെയ്യുന്നത്, പ്രസിഡൻറ്റ് അസെൻറ്റ് കിട്ടിയത് നിലവിൽ വരുന്നത്. കെയിം ഇൻ ടു ഫോഴ്സ് എന്ന് പറയുന്നത് ഒക്ടോബർ 17. സോ രണ്ടും 2000 തന്നെയാണ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ്, വിത്ത് റെഫറൻസ് ടു IT ആക്ട്, ഐഡൻറ്റിറ്റി തെഫ്റ്റ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ്. ബൈ മീൻസ് ഓഫ് എനി കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ഓർ കമ്പ്യൂട്ടർ റിസോഴ്സ് ചീറ്റ് ബൈ പേഴ്സണേഷൻ. അത് ചീറ്റിംഗ് ബൈ പേഴ്സണേഷൻ എന്ന് പറയുന്നത് തന്നെയാണ്. അത് എന്താണ്, ഐഡൻറ്റിറ്റി തെഫ്റ്റ് അല്ല. കോസ് ദ ഡിനയൽ ഓർ അക്സസ് ടു എനി പേഴ്സൺ ഓതറൈസ്ഡ് ടു അക്സസ് കമ്പ്യൂട്ടർ റിസോഴ്സ്.
ഒരാളിന് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതിനുള്ള ആക്സസ് ഡിനൈ ചെയ്യുക എന്നുള്ളത് അത് ഐഡൻറ്റിറ്റി തെഫ്റ്റിൻ്റെ ഭാഗമല്ല. ഫ്രോഡുലൻ്റ്ലി ഓർ ഹോണസ്റ്റ്ലി മേക്ക് യൂസ് ഓഫ് ദി ഇലക്ട്രോണിക് സിഗ്നേച്ചർ ഓർ പാസ്വേഡ് ഓഫ് എനി അതർ പേഴ്സൺ. അപ്പോൾ അതെന്താണ്, അതായത് മറ്റൊരാളിൻ്റെ ഇലക്ട്രോണിക് സിഗ്നേച്ചറോ പാസ്വേഡോ ഉപയോഗിക്കുന്ന ഫ്രോഡുലൻ്റായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഐഡൻറ്റിറ്റി തെഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മറ്റൊരാളുടെ ഐഡൻറ്റിറ്റി അല്ലേ ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഇറ്റ് ഈസ് ഐഡൻറ്റിറ്റി തെഫ്റ്റ്. അറ്റംപ്റ്റിംഗ് ടു പെനട്രേറ്റ് ഓർ ആക്സസ് എ കമ്പ്യൂട്ടർ റിസോഴ്സ് വിതൗട്ട് ഓതറൈസേഷൻ ഓർ എക്സീഡിങ് ഓതറൈസ്ഡ് ആക്സസ്, അതും എന്താണ്, തെഫ്റ്റ് അല്ലാതെന്ന് പറയുന്നത്. സോ തെഫ്റ്റ് എന്ന് പറയുന്നത് ഫ്രോഡുലൻ്റ്ലി ഓർ ഡിസോണസ്റ്റ്ലി മേക്ക് യൂസ് ഓഫ് ഇലക്ട്രോണിക് സിഗ്നേച്ചർ ഓർ പാസ്വേഡ് ഓഫ് എനി അതർ പേഴ്സൺ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, സെക്ഷൻ 66A ഓഫ് ദി IT ആക്ട് ഡീൽസ് വിത്ത് സെൻഡിങ് ഒഫൻസീവ് മെസ്സേജസ്. സ്ട്രക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട് 2015 സുപ്രീം കോടതി ഇൻ ശ്രേയ സിംഗാൽ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേസിലാണ് എന്ത് ചെയ്തത്, ഇത് വയലേഷൻ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആയതുകൊണ്ട് മെസ്സേജസ് സെൻഡ് ചെയ്യുക, ഒഫൻസീവ് മെസ്സേജസ് സെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ഇതിൻ്റെ അണ്ടറിൽ എന്താണ്, ഇപ്പം ഗവൺമെൻറ്റിനെതിരായിട്ട് ആരെങ്കിലും മെസ്സേജ് ഇപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ എന്താണ് ഇതിൻ്റെ അണ്ടറിൽ ഒഫൻസായിട്ട് കൺസിഡർ ചെയ്തിരുന്നു. അതുകൊണ്ടാണ് അത് ഇപ്പോൾ സ്ട്രക്ക് ഡൗൺ ചെയ്തത്. അപ്പം ഇതിൻ്റെ അണ്ടറിൽ മെൻഷൻ ചെയ്യുന്നത് സെൻഡിങ് ഒഫൻസീവ് മെസ്സേജസ് എന്ന് പറയുന്നതാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹാസ് ബീൻ ലോഞ്ച്ഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് ഫോർ പ്രൊവൈഡിങ് സോഫ്റ്റ്വെയർസ് ഫോർ ഡിറ്റക്ഷൻ ഓഫ് മലീഷ്യസ് പ്രോഗ്രാംസ് ആൻഡ് ഫ്രീ ടൂൾസ് ടു റിമൂവ് ദീസ് പ്രോഗ്രാംസ്. അതായത് മാൽവെയറുകൾ ഐഡൻറ്റിഫൈ ചെയ്യുകയും അത് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഫ്രീ ടൂളായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന എന്താണെന്നുള്ളതാണ്. സൈബർ സ്വച്ഛതാ കേന്ദ്രയാണ് സെർട്ടിനിൻ്റെ അണ്ടറിൽ ഉള്ളതാണ്. സൈബർ സ്വച്ഛതാ കേന്ദ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈബർ ക്ലീനിങ് സെൻറ്റർ എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. സോ മാൽവെയർ റിമൂവ് ചെയ്യുന്നതിനുള്ള ഫ്രീ ടൂൾസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് സൈബർ സ്വച്ഛതാ കേന്ദ്രയുടെ അണ്ടറിലാണ്. പിന്നെ ഇവിടെ നാഷണൽ ക്രിട്ടിക്കൽ ഇൻഫർമേഷൻ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊട്ടക്ഷൻ സെൻറ്ററിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയെന്ന് പറയുന്നത് IT ആക്ടിൻ്റെ അണ്ടറിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ് സെർട്ടിൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് സെക്ഷൻ 70A എന്തെന്ന് പറയുന്നത്, ഈ നാഷണൽ ക്രിട്ടിക്കൽ ഇൻഫർമേഷൻ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊട്ടക്ഷൻ സെൻറ്റർ എന്ന് പറയുന്നത്. അതായത് ക്രിട്ടിക്കൽ ഇൻഫർമേഷൻ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സെൻറ്റർ എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. ക്രിട്ടിക്കൽ ഇൻഫർമേഷൻ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രാജ്യത്തിൻ്റെ ഇപ്പോൾ ബാങ്കിങ് ഫെസിലിറ്റി, ടെലികമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി, ഹെൽത്ത് കെയറിൻ്റെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റം, അങ്ങനെ തുടങ്ങിയിട്ട് എന്തെല്ലാം വരുന്നുണ്ടോ അതിൻ്റെ ഡിസ്ട്രക്ഷൻ കാരണം എന്താണ് രാജ്യത്തിൻ്റെ സേഫ്റ്റി അഫക്റ്റ് ചെയ്യുന്നു, അതിൻ്റെ എന്താണ് നിലനിൽപ്പിനെ തന്നെ അപകടത്തിലാക്കുന്ന കാര്യങ്ങൾ, അതിനെല്ലാമാണ് നമ്മൾ ക്രിട്ടിക്കൽ ഇൻഫർമേഷൻ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് വിളിക്കുന്നത്. അപ്പം അതാണ് NCIIPC എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഇപ്പോൾ മാൽവെയർ ഐഡൻറ്റിഫൈ ചെയ്യുക, റിമൂവ് ചെയ്യുക എന്ന് പറയുന്ന കാര്യമാണ്. അത് സൈബർ സ്വച്ഛതാ കേന്ദ്രയാണ്. സോ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, ടു സ്ട്രെങ്തൻ ഗവേണൻസ് ഇൻ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ ദ മിനിസ്ട്രി ഓഫ് പഞ്ചായത്തി രാജ് ലോഞ്ച്ഡ് ഡാഷ്. ഏഴാണ് ഗ്രാം സ്വരാജ്. നമ്മൾ ഓൾറെഡി കണ്ടതല്ല, ഏറ്റവും ആദ്യം കണ്ടതായിരുന്നു ഗ്രാം സ്വരാജിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇത് ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഗവേണൻസ് ഏരിയയിൽ നിന്നും ചോദിച്ചിട്ടുള്ള മുൻ PSC ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്.